അപ്പം ഈ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നത്, ബൈബിളിൽ അനേകം തെളിവുകൾ ഈ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുവാനുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, യെശയ്യാവ് 9:6, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. ആ ആ ആ ആ എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. കുഴപ്പമില്ല, പക്ഷെ അത് പുതിയ ഭാഷയാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്നാരെ വിളിക്കുന്നേ? ഈ പുത്രനെ. ഇത് പുതിയ നിയമമല്ല, ഇത് പഴയ നിയമമാണ്. ഓക്കെ. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് എന്താ ചെയ്യുന്നത്? 1 കൊരിന്ത്യർ ലേഖനം 2:10-11. ഒരു വെറും ശക്തി അല്ല ഇതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആത്മാവ്. വായിച്ച 1 കൊരിന്ത്യർ ലേഖനം 2:10-11. ആരായുന്നു പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ഓക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സകലതും ആരാഞ്ഞറിയാൻ കഴിയുന്ന ദൈവമാണ്. ഓക്കെ. സകലതും അവൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു, അവനെല്ലാം ആരാഞ്ഞറിയാൻ പറ്റും. ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയണമെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് വേണം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യമായി അറിയണമെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മാവ് പോരാ, നമ്മുടെ ചിന്തകൾ പോരാ, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമുക്കത് വെളിപ്പെടുത്തി തരണം. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. ഒരു വാക്യമല്ല, 1 യോഹന്നാൻ 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ അല്ലേ? ഇനി അതുപോലൊരു വാക്യം വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം, 5, 6, 7. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചിട്ടല്ലാതെ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയില്ല. അടുത്ത വാക്യം, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത്. അപ്പൊ ആദ്യം വായിച്ചത് എന്താ? ദൈവത്താൽ ജനിച്ചതെന്നല്ലേ? അപ്പൊ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആത്മാവിനാൽ ജനിച്ചത്. അപ്പൊ ശരിക്കും ആരാ ജനിപ്പിച്ചത്? ദൈവമാണോ ആത്മാവാണോ? ദൈവമാണോ ആത്മാവാണോ? രണ്ടും ഒന്ന് തന്നെയാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ അത് ആത്മാവിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്താൽ ജനിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6:53 എന്താ പറയുന്നത്? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും. അപ്പൊ ഉയരത്തിൽ നിന്നുള്ള ജീവൻ, ദൈവിക ജീവൻ നമുക്ക് നൽകുന്ന ദൈവമാണ് ആര്? പരിശുദ്ധാത്മാവ് അല്ലേ? അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചും, ഇനി ദൈവത്തിന്റെ ആത്മാവ് ദൈവമാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. മനുഷ്യന്റെ ആത്മാവ് മനുഷ്യൻ എന്ന് പറയുന്ന പോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ദൈവമാണ്. ഓക്കെ. ഇനി 3 വ്യക്തികളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ദൈവത്തിൻ്റെ 3 വ്യക്തികൾ. അതിൻ്റെ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഈ അവസരം എടുക്കുന്നില്ല. എങ്കിലും ഈ മോഡലിസം എന്ന് പറയുന്നത് വളരെയധികം, ഞാൻ ആദ്യം ഈ ബൈബിൾ കോളേജിൽ ഇതൊക്കെ പഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ മോഡലിസം ഒക്കെ വിശ്വസിക്കണം എന്ത് മണ്ടന്മാരായിരിക്കും എന്ന് ആദ്യം വിചാരിച്ചു. അതായത് പഴയ നിയമത്തിൽ പിതാവ് മാത്രമേ ഉള്ളൂ, സുവിശേഷ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ പിതാവ് തന്നെയാണ് യേശു ക്രിസ്തു. ഇപ്പൊ പരിശുദ്ധാത്മാവാണ് ദൈവം. അവിടെയും ഇവിടെയും എല്ലാം പരിശുദ്ധാത്മാവ് മാത്രമുള്ള ഒറ്റ ദൈവമുള്ളൂ. 3 തരത്തിൽ വരുന്നു. ഉദാഹരണത്തിന് വെള്ളം എടുത്താൽ അത് വെള്ളമായിരിക്കുമ്പോൾ വെള്ളവും, ഐസായിരിക്കുമ്പോൾ ഐസും, നീരാവിയായിരിക്കുമ്പോൾ നീരാവിയുമായിരിക്കുന്ന പോലെ, അപ്പോഴെല്ലാം അത് H2O ആയിരിക്കുന്ന പോലെ. മനസ്സിലായോ? ആദ്യം ഐസായിട്ട് വന്നു, പിന്നെ വെള്ളമായിട്ട് വന്നു, ഇപ്പോൾ ആവിയായി എന്ന് പറയുന്ന പോലെ
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഓരോ ഫോമിൽ വന്നു എന്ന് പറയുന്നതാണ് മോഡലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിതാവ് ഉള്ളപ്പോൾ പുത്രനില്ല, അത് തന്നെയാണ് പുത്രൻ, രൂപം മാറിയതാ. മനസ്സിലായോ? ഇങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും കേരളത്തിലുണ്ടോ? വളരെ വേഗം വളർന്നു വരുന്ന ഒരു ദുരുപദേശമാണിത്. എവിടെ ഫേസ്ബുക്ക് തുറന്നാലും ഉണ്ട് മോഡലിസംകാർ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാറിൽ ഒരു പയ്യന് ലിഫ്റ്റ് കൊടുത്തു. അവൻ ഞങ്ങളെ കണ്ടു വെച്ചു, പെന്തക്കോസ്തുകാരാണോ ആന്ന് പറഞ്ഞു. കുറച്ച് മുട്ടുന്നപ്പോൾ ഞാൻ നിങ്ങൾ ചർച്ചിലാണ് പോകുന്നത്. ഞങ്ങൾ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ചർച്ച്, UPC, ലോകമെമ്പാടുമുള്ള ചർച്ചാണ്, മോഡലിസ്റ്റുകളാണ്. അതായത് ഈ ഐസ്, വെള്ളം, ജലം, നീരാവി ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താ? അതിനെന്താ പ്രോബ്ലം? അങ്ങനെ വിശ്വസിച്ചാലുള്ള പ്രോബ്ലം എന്താ? അങ്ങനെ വിശ്വസിച്ചാലുള്ള പ്രോബ്ലം, നാം നമ്മുടെ സ്വരൂപത്തിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് ആര് പറഞ്ഞു? ആരോട് പറഞ്ഞു? നമ്മിൽ ഒരുത്തൻ എന്ന് പറഞ്ഞപ്പോൾ അതാരായിരുന്നു? നമ്മിൽ ഒരുവനെ പോലെ ആയല്ലോ എന്ന് പറഞ്ഞില്ലേ? നാം ചെന്ന് വരുവിൻ, നാം, അവരുടെ ഭാഷ കലക്കി കളയുക. കം, ആരോട് പറഞ്ഞു? ഒരാളെ ഉണ്ടെങ്കിൽ. ഇനി അതൊക്കെ പോട്ടെ, യേശുക്രിസ്തു ഈ ഭൂമിയിലെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പം പിതാവേ എന്ന് ഇവിടെ വിളിച്ചിട്ട് അതേ പുത്രൻ അപ്പുറത്ത് നിന്ന് ആ പ്രാർത്ഥന കേട്ടിട്ട്, അല്ലേ? ഇപ്പം പുത്രൻ പ്രാർത്ഥിക്കുക, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം. അപ്പം അതേ പുത്രൻ തന്നെ ഇപ്പുറത്ത് നിന്നിട്ട് പറ്റിയല്ല, ശരി നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഇത് നമ്മൾ പഴയ കാലത്ത് മോണോ ആക്ട് നടത്തിയവരുണ്ടല്ലേ, ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ യേശുക്രിസ്തു ആരോടാണ് പ്രാർത്ഥിച്ചത്? ആരോടാണ് വർത്തമാനം പറഞ്ഞത്? ആരാണ് യേശുവിൻ്റെ യാഗം സ്വീകരിച്ചത്? ആരാണ് യേശുവിനെ ക്രൂശിൽ കൈവിട്ടത്? ആരാണ് അവനെ പുനരുത്ഥാനം ചെയ്യിപ്പിച്ചത്? നോ ഉത്തരം. ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനും പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെന്ന് പിന്നെ പറയാൻ സാധിക്കില്ല. അതായത് ഒറ്റയാളുള്ളെങ്കിൽ പിന്നെ, അപ്പോൾ യേശുവിൻ്റെ സമയത്ത് മുഴുവൻ നടന്നൊരു ഡ്രാമയായിട്ട് വരും. ബൈബിളിൽ അനേകം വാക്യങ്ങൾ, എന്താ, എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ. അതൊക്കെ എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം നമുക്ക് വിശദമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. വൈ ഡിഡ് ജീസസ് മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് വെൻ ഗോഡ് ഈസ് ഈക്വൽ? എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത് എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന് പറയാൻ കാരണം എന്താ? അതൊക്കെ വേറെ കാര്യമാണ്. പക്ഷേ രണ്ടുപേരാണല്ലോ എന്തായാലും. ആണോ? യേശുവിൻ്റെ സ്നാനത്തിൽ പിതാവിൻ്റെ ശബ്ദവും കേട്ടു, അല്ലേ? ആത്മാവ് വരുന്നതും കണ്ടു, പുത്രനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആകാശത്ത് നിന്ന് സൗണ്ട് പുറപ്പെടുവിച്ചത് ഈ സ്നാനപ്പെട്ട പുത്രൻ തന്നെയായിരുന്നോ? അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ഒരാളുടെ സാക്ഷ്യമല്ല രണ്ടാളുടെ സാക്ഷ്യമാണ് സത്യം, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവ് എന്നെക്കുറിച്ച്. അപ്പോൾ രണ്ടുപേരുണ്ടെന്ന് കർത്താവ് തന്നെ അഫേം ചെയ്ത് പറഞ്ഞിട്ടില്ലേ? അപ്പം ഞാൻ ആദ്യകാലത്ത് ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെയുള്ള മണ്ടന്മാരൊക്കെ അന്ന് വിവരമില്ലാതിരുന്ന കാലത്തായിരിക്കും ഇതൊക്കെ പറഞ്ഞതെന്ന്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ഒരു കാലത്ത് സഭ തള്ളിക്കളഞ്ഞ എല്ലാ സാധനങ്ങളും ഇന്ന് ഇഷ്ടം പോലെ വ്യാപരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരൻ വന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു, പിശാചെന്ന് പറയുന്നത് അങ്ങനൊരു സാധനമില്ല എന്നൊക്കെ. നമുക്ക് ഇതെല്ലാം ഇപ്പം നമ്മുടെ വിശ്വാസികൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. പിശാചില്ല എന്ന് പറഞ്ഞൊരു വൈബ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞോളൂ. അവർക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ വിസ ഓക്കെ ആവുമോ, അവരുടെ കടഭാരങ്ങൾ മാറും. ഇതല്ലാതെ ഇതിപ്പോൾ യേശു ദൈവമാണോ മനുഷ്യനാണോ എന്ന് പോലും അറിയേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു മഹാനായ പ്രസംഗൻ, ആരാന്ന് പറയില്ല, പേരും അഡ്രസ്സൊന്നും നിങ്ങൾ കണ്ടുപിടിച്ചാൽ. ഞങ്ങൾ ബൈബിൾ കോളേജ് പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ നിന്നൊരു പ്രസംഗം പ്രസംഗിച്ചു. യേശു ക്രിസ്തു മരണസമയത്ത് ദൈവമല്ലായിരുന്നു. 5 കാരണങ്ങൾ. ഓരോ കാരണങ്ങൾ പറയുമ്പോഴും ആ ജനങ്ങൾ ആർത്ത് വിളിച്ച് സ്തോത്രം പറയുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ AGയുടെ മുഴുവൻ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അവരും കൈയടിച്ചിടയ്ക്ക്. നോ പ്രോബ്ലം. ഇഫ് ദാറ്റ് മാൻ ഈസ് എ ജെന്റിൽമാൻ, റിച്ച്, എഫ്ലുവൻറ്റ് പാസ്റ്റർ, തട്ടിക്കോ, ഞങ്ങൾ റെഡിയാണ് റിസീവ് ചെയ്യാൻ എന്നുള്ളത് നമ്മുടെ പൊസിഷൻ. ഇത് യേശുവിൻ്റെ ദൈവത്വത്തെയാണ് അയാൾ നിഷേധിക്കുന്നത്, നിത്യനായ പുത്രത്വത്തെ അപമാനിക്കുകയാണെന്നൊന്നും നോ പ്രോബ്ലം. അതുകൊണ്ട് കുറേ കഴിയുമ്പം മറ്റു സഭക്കാർ വന്ന് കുഞ്ഞുങ്ങളെ വിഴുങ്ങും. ആദ്യം മുസ്ലിങ്ങൾ വന്ന് പറയും, നിങ്ങളുടെ ദൈവങ്ങൾ ഒത്തിരിയാണ്, നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ്, ദൈവം നിങ്ങളെ ശപിച്ചിരിക്കുവാണ്. പിള്ളേർ നോക്കുമ്പോൾ ശരിയാ, ദൈവപിതാവെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, ദൈവം നമ്പർ 1. യേശുവെ നാഥ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, ദൈവം നമ്പർ 2. കാരണം ഈ ഹിന്ദുക്കൾ പൂജ അർപ്പിക്കുമ്പോൾ മറ്റ് ദൈവങ്ങൾ, ഒരു ദൈവത്തിന് പൂജ അർപ്പിക്കുമ്പോൾ മറ്റ് ദൈവങ്ങൾ പിണങ്ങാതിരിക്കാൻ അവർക്കും കൂടെ എന്തെങ്കിലും കൊടുക്കും. അതുപോലെ നമ്മൾ ഈ കേൾക്കുന്നവരെല്ലാം വിചാരിക്കുന്നത് ഇത് 3 ദൈവങ്ങളാണോ 1 ദൈവമാണോ ഒന്നും അറിയാൻ മേല. അപ്പോൾ പിള്ളേർക്കൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ദുരുപദേശകർക്കെല്ലാം നമ്മൾ വാതിൽ തുറന്നു കൊടുത്തിട്ടിരിക്കുക. അവർ ഈ യൂട്യൂബും ഫേസ്ബുക്കും, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഏതെങ്കിലും ചർച്ചിൽ വചനം പഠിച്ചിട്ടോ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടായിട്ടാണോ ഇത്രയും ടീച്ചേഴ്സ് ഉണ്ടാകുന്നത്? അവർക്ക് ബുദ്ധിയുണ്ട്, ഒരു പാസേജ് എടുത്ത് വായിച്ചു,
അവർക്കിത് നല്ല ആശയമാണെന്ന് തോന്നി, നല്ല കഥയൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചു, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പ്രസംഗമായിരുന്നു പാസ്റ്ററെ, ഞങ്ങളുടെ ചർച്ചിലും വരാമോ എന്ന് ചോദിച്ചു, വിളിച്ചു. ഇവരെന്താണ് പ്രസംഗിച്ചത്? ലോകത്ത് ഏതെങ്കിലും ഒരു സഭയിൽ ഈ ഉപദേശം ഉണ്ടോ? അത് ഉറക്കത്തിൽ ഇയാൾക്ക് കിട്ടിയതാണോ? നോ പ്രോബ്ലം. മനസ്സിലാവുന്നുണ്ടോ സഭയുടെ അവസ്ഥ എന്താണെന്ന്? അതുകൊണ്ട് ഞാൻ ഈ പെടാപ്പാട് പെടുന്നെന്ന് ഞാൻ പറയുന്നില്ല, ഇതൊരു വലിയ പാടൊന്നുമല്ല. എങ്കിലും കർത്താവിൻ്റെ സഭയുടെ അടിസ്ഥാനമായ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ് നമ്മൾ മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ നമ്മുടെ സഭ എന്ത് ഫൗണ്ടേഷൻ മേലാണ് പണിയപ്പെടുന്നത് നമുക്ക് മനസ്സിലാകില്ല. ഇന്നത്തെ വേറെ രസമുണ്ട്, മലയാളത്തിൽ ഇതിനെ പറ്റിയ പുസ്തകങ്ങളുമില്ല, ഇംഗ്ലീഷിൽ ഇഷ്ടം പോലെയാണ് ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ്. നമുക്ക് പിന്നെ എല്ലാം അന്നത്തെ കാലത്ത് രാവിലെ ദൈവാത്മാവ് പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. പക്ഷെ ദൈവാത്മാവ് തന്നെയാണ് പറഞ്ഞത്, അതെൻ്റെ പ്രാണനിൽ വന്നതല്ല എന്ന് വിവേചിക്കണമെങ്കിൽ തന്നെ വചനം എന്ന വാള് പ്രയോഗിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ മോഡലിസം എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച്, അപ്പം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇൻ ദ ട്രിനിറ്റി, അതായത് ത്രിയേകത്വത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങളെ വെളിപ്പെടുത്താൻ ഈ മോഡലിസത്തിന് സാധിക്കില്ല. നമുക്കറിയാം പിതാവിന് പുത്രനോടുള്ള സ്നേഹം. പുത്രൻ എന്താ പറഞ്ഞത്? പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്, ഈ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അല്ലെങ്കിൽ ത്രിയേകത്വം നിത്യമാണോ അതോ കുറച്ച് നാളത്തേക്കുള്ളതാണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാൻ വയ്യെങ്കിലും നമുക്കത് പഠിക്കാമല്ലോ. ചില ആളുകൾ പറയുന്നത് നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പം 3 ഉണ്ടെങ്കിലും നമ്മൾ തേജസ്കരിക്കപ്പെട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു ദൈവമുള്ളൂ. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏക ദൈവം, അബ്സല്യൂട്ട് മോണോത്തീസം എങ്ങനെയോ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മളത് ഒഴിവാക്കി അങ്ങനെ ഉണ്ടാക്കി വെക്കുക. ഇപ്പം ഞാൻ തേജസ്കരിക്കപ്പെട്ട് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ ഒരു ദൈവം ഉള്ളോ അതോ പുത്രനും പിതാവും സെപ്പറേറ്റ് ഉണ്ടാവുമോ? കർത്താവ് പറഞ്ഞിട്ടുണ്ട് സകലതും അവന് കാൽക്കീഴിലാക്കിയ ശേഷം ഞാൻ പിതാവിനെ ഏൽപ്പിച്ച് കീഴടങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ടില്ലേ? ഉണ്ടോ? എത്ര നാളത്തേക്കാ? എന്നേക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ യേശുക്രിസ്തു എന്നും എൻ്റെ ഒരു പ്രതിനിധിയായി, എൻ്റെ തലയായി, എൻ്റെ ചേട്ടനായി, എന്നെ പിതാവിൻ്റെ മുമ്പിൽ എത്തിക്കുന്ന കർത്താവ് എപ്പോഴും എനിക്ക് അവൈലബിളാണ് സ്വർഗത്തിൽ. പിതാവിൻ്റെ അടുത്ത് അവനാണ് എൻ്റെ മധ്യസ്ഥൻ, അവനിലൂടെയാണ് ഞാൻ പിതാവിനെ അറിയുന്നത്. എന്നും എപ്പോഴും അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഇറ്റേണിറ്റി, നിത്യമായ പുത്രത്വം, അതാണ് ഈ സബോർഡിനേഷൻ എന്ന് പറഞ്ഞൊരു ദുരുപദേശം ഉണ്ടാക്കിയത്. അപ്പനാണോ മോനാണോ വലുത്? പിള്ളേരെ, അപ്പനാണോ മോനാണോ വലുത്? മക്കളെ, അപ്പനാണോ മോനാണോ വലുത്? അപ്പന്മാർ പുറകിൽ ശ്വാസം അടക്കി പിടിച്ചിരിക്കുക, ഇവരെന്ത് പറയും? മക്കൾ വലുതായി കഴിഞ്ഞാൽ ഇത്തിരി പാടാണ് തിരിച്ചറിയാനല്ലേ? കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ അപ്പനേക്കാളും വലിയ മക്കൾ ഉണ്ടാകാം, അപ്പനേക്കാൾ കഴിവുള്ളവരും വിവരമുള്ളവരും ഉണ്ടാകാം. പക്ഷേ ദൈവത്വത്തിൽ അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം അപ്പൻ ഈസ് പെർഫെക്റ്റ് ആസ് ആൻ അപ്പൻ ആൻഡ് സൺ ഈസ് പെർഫെക്റ്റ് ആസ് എ സൺ, അല്ലേ? മനസ്സിലായോ? മകൻ കൂടുതൽ പഠിച്ച് അപ്പൻ്റെ മുകളിൽ കയറുമോ? ഇല്ലല്ലോ. അപ്പോൾ പിതാവ് എപ്പോഴും പിതാവും പുത്രൻ എപ്പോഴും പുത്രനാണെങ്കിലും, ഇപ്പം പിതാവും പുത്രനും ആരാ വലിയവനെന്ന് ചോദിച്ചാൽ ആരാ വലിയവൻ? ഒരുപോലെയാണ്. കാരണം പിതാവ് ആരാണോ അവൻ തന്നെയാണ് പുത്രന്. പക്ഷേ റോൾ എടുക്കുമ്പോൾ അതായത് നമ്മളെ രക്ഷിക്കാനുള്ള ഫംഗ്ഷനിൽ മാത്രമല്ല, ത്രൂ ഔട്ട് ആ റിലേഷൻഷിപ്പിൽ മകൻ നിത്യനായ പുത്രനായതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? എപ്പോഴും പിതാവിനെ അനുസരിക്കുന്നു. അതിനർത്ഥം അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നൊന്നുമല്ല. ആ ഒരു അനുസരണം എന്നൊരു പാറ്റേൺ, പിതാവിൻ്റെ ആ പിതൃത്വം ലോകത്തിലുള്ള സകല പിതാക്കന്മാർക്ക് ഒരു മാതൃകയാണ്. യേശുവിൻ്റെ പുത്രത്വം ലോകത്തിലുള്ള മാതൃക എന്നുള്ള വാക്ക് തെറ്റാ. അതാണ് ഈ തിയോളജിയുടെ ഒരു പ്രോബ്ലം. ലോകത്തിലുള്ള എല്ലാ പിതൃത്വവും ഉളവായത് ദൈവത്തിൻ്റെ പിതൃത്വത്തിൽ നിന്നാണ്, വേണമെങ്കിൽ അങ്ങനെ പറയാം. യേശുക്രിസ്തുവിൻ്റെ പുത്രത്വത്തിൽ നിന്നാണ് ലോകത്തിലുള്ള എല്ലാ പുത്രൻ്റെ സ്വഭാവങ്ങളും ഉണ്ടാകുന്നത്. പാപികളായതുകൊണ്ട് നമുക്ക് അതുപോലെ ആകാൻ പറ്റുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മനുഷ്യരനുഭവിക്കുന്ന എല്ലാ നല്ല ഗുണങ്ങളുടെയും സോഴ്സ് എന്ന് പറയുന്നത് ആ പിതാവിൻ്റെ പിതൃത്വവും പുത്രൻ്റെ പുത്രത്വവുമാണ്. അത് ഇറ്റേണലാണ്, അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും നിത്യതയോളം. ഇറ്റേണൽ ട്രൈ യൂണിറ്റി ഓഫ് ഗോഡ് ഈസ് ആൻ ഇറ്റേണൽ ഫാക്ട്.
അത് ഇന്ന് മാറില്ല. കാരണം നമ്മൾ രാവിലെ കണ്ടതുപോലെ ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ ഇൻ ഹിസ് ക്യാരക്ടർ. അവന് നാളെ വേറൊരു സ്വഭാവം എടുക്കാൻ സാധിക്കില്ല. തന്നെയുമല്ല, ഈ മോഡലിസ്റ്റിൻ്റെ വേറൊരു വലിയ പരാജയം, അതായത് ഒരാളായാലുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഒരു എമർജൻസി കാരണമാണെന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന്, എനിക്ക് ഭയങ്കര സ്നേഹമാണ്, അത് കൊടുക്കാൻ ആരുമില്ല, എന്തു ചെയ്യും? ഭയങ്കര ശ്വാസം മുട്ടലായിരിക്കും അല്ലേ? കുഞ്ഞുങ്ങളില്ലാത്തവരുടെ ഒരു വേദന അതാണ്. ഒരു കുഞ്ഞിനെ സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ട്, പക്ഷെ കുഞ്ഞില്ല അല്ലേ? അങ്ങനെ വേദനയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഹൃദയമുണ്ട്, കുഞ്ഞില്ല. അവരുടെ വേദന ഭയങ്കര വേദന, എത്രയോ വർഷങ്ങളായിട്ട് വേദനിക്കുന്നവരാണ്. ഈ കല്യാണം കഴിക്കാത്തവരുണ്ട്, ആരെങ്കിലുമൊക്കെ സ്നേഹിച്ച് ജീവിക്കണമെന്നുണ്ട്, പക്ഷെ ആരെയും കിട്ടുന്നില്ല അല്ലേ? അതൊരു വേദന. അപ്പോൾ സ്നേഹം നിറഞ്ഞിരിക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു വലിയ പാടാണ് അല്ലേ? സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ദർ ഷുഡ് ബി സമ്മൺ ടു റിസീവ് ഇറ്റ് അല്ലേ? അപ്പോൾ ദൈവം ഭയങ്കര സ്നേഹമാണ്, പക്ഷെ കൊടുക്കാൻ ആരുമില്ല. ആരുമില്ലാതെ ഇങ്ങനെ ദൈവം വിഷമിച്ചിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ഒരു അപൂർണതയുണ്ട്. അവൻ ആരെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവന് വീർപ്പുമുട്ടലാണ്. മനസ്സിലാകുന്നുണ്ടോ? ദാറ്റ് മീൻസ് ഹീ ഈസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഇൻ ഹിംസെൽഫ്. അവൻ ആരെങ്കിലും കൂടി ഉണ്ടെങ്കിലേ അവൻ പൂർണ്ണനാവുള്ളൂ. പിടികിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അതായത് മുസ്ലിങ്ങളുടെ ദൈവവും യഹോവസാക്ഷികളുടെ ദൈവത്തിൻ്റെ ഒരു പ്രശ്നം, ഇത് വേറെ ആരെയെങ്കിലും സൃഷ്ടിച്ചില്ലെങ്കിൽ ദൈവത്തിന് പൂർണ്ണമായും അവനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതായത് ദൈവം ആരാണെന്ന് അവൻ്റെ ആ സെൽഫ് എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് നടക്കുകയില്ല. കാരണം എന്താ? ഇത് സ്വീകരിക്കാൻ ആരുമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ദൈവം എങ്ങനെ ഇരിക്കുമോ? ആരുമില്ല. ആ ലോൺലിനെസ് ഒന്ന് ആലോചിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് ഓർക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നു പറഞ്ഞു. കാരണം ഗോഡ് ഈസ് ദെയർ ബട്ട് ഇന്നാഡിക്വേറ്റ്ലി എക്സ്പ്രസിങ് ഹിംസെൽഫ് ബിക്കോസ് ഹി ഹാസ് നോ ഫെലോഷിപ്പ്. അപ്പോൾ ദൈവത്തിന് എന്തോ ഒരു കുറവുണ്ട്. എന്താ കുറവ്? ഒരു ഫെലോഷിപ്പ് ഇല്ല. ചില സമയത്ത് വിശ്വാസത്തിൽ വരുന്നവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ് ഒരു ഫെലോഷിപ്പ് ഇല്ല. അതിൻ്റെ വേദന അവർക്കറിയാം. എനിക്കങ്ങനെ വേദനിക്കുന്ന അനേക ആളുകളെ അറിയാം. പക്ഷേ ഇവിടെ പ്രശ്നം ആർക്കാ? ഇവിടെ പ്രശ്നം ആർക്കാ? ദൈവത്തിന് എന്തില്ല? അപ്പം ത്രിയേക ദൈവമാണെങ്കിലോ? ത്രിയേക ദൈവമാണെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല. ഇത് ഇത്തിരി ഫിലോസോഫിക്കലായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതേ ഫിലോസഫിയാണ് ഹിന്ദുക്കൾ നല്ല കാര്യമായിട്ട് അങ്ങെടുത്തു. ഹിന്ദുക്കൾ പറഞ്ഞു ദൈവം ഏകനാണെന്നുള്ളത് പരിപാടി നടക്കുകയില്ല. അങ്ങനെ ദൈവം ഏകനാണെങ്കിൽ അവൻ നിർഗുണ പരബ്രഹ്മമായിരിക്കണം. കാരണം അവൻ ഒരു ഗുണത്തിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? നിർഗുണ പരബ്രഹ്മം എന്ന് പറയുവാണെങ്കിൽ ഓക്കെ, കാരണം അവന് ഒരു ഗുണം ആവശ്യമില്ല. തൂണിലും തുരുമ്പിലും മൈക്കിനകത്തും എല്ലാം ആരിയിരിക്കുന്നു, ആരെ സ്നേഹിക്കേണ്ട, ഇങ്ങനെ ഇരുന്നാൽ മതി. അങ്ങനൊരു ചിന്ത പോലും വേണ്ട. ദൈവത്തിന് ചിന്ത പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ദൈവം ഒന്നിനെക്കുറിച്ച് മറിയിടല്ലോ, കാരണം ആരും ഇല്ലല്ലോ. അപ്പോൾ ആരും ഇല്ലാത്ത ദൈവം എന്ത് ചെയ്താൽ മതി? ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ മതി. അപ്പോൾ അവൻ ഒരു ഗുണത്തിൻ്റെയും ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ അബ്സല്യൂട്ട് മോണോത്തീസത്തിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ദാറ്റ് ഗോഡ് ഈസ് ആൻ ഇന്നാഡിക്വേറ്റ് ഗോഡ് എന്നുള്ളതാണ്. ഇപ്പോൾ പുത്രൻ കാൽവരി ക്രൂശിൽ മരിക്കുക. അവർ മോഡലിസം പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്തെന്നറിയോ? ആ പുത്രൻ ഒറ്റയ്ക്കാണ്. മനസ്സിലായോ? അവിടെ പിതാവായ ദൈവം ഇല്ല. കാരണം അത് ആര് തന്നെയാണ്? ഈ പുത്രൻ തന്നെയാണ്. അപ്പം ഫെലോഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ദൈവത്തിന് ഭയങ്കര അത്യാവശ്യമായിട്ട് വരും അല്ലേ? ആണോ? അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ച് എന്തുകൊണ്ടാന്ന് പറയേണ്ടി വരും? അവന് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഗമ ആർക്കാ? നമ്മളെ ദൈവം ചുമ്മാ സൃഷ്ടിച്ചൊന്നുമില്ല, അവൻ അത്യാവശ്യം. അവൻ ഇല്ലായിരുന്നെങ്കിൽ ആകെ വിഷമിച്ചു പോയനെ. അങ്ങനെ ഒരു നിവൃത്തികേട് കൊണ്ട് ദൈവം നമ്മളെ സൃഷ്ടിക്കാതിരിക്കാൻ പറ്റിയില്ല എന്ന് വന്നേനെ. പക്ഷേ ദൈവത്തെക്കുറിച്ച് നമ്മൾ രാവിലെ കണ്ടത് ഹീസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഹിസ് ക്രിയേഷൻ ആൻഡ് ഹീസ് സഫിഷ്യൻറ്റ് ഇൻ ഓൾ ഹിസ് നീഡ്സ്. എന്ന് പറഞ്ഞാൽ അവന് വെളിയിൽ ഒരാവശ്യവും പറയേണ്ട കാര്യമില്ല, അവന് വെളിയിൽ നിന്നൊന്നും സ്വീകരിക്കേണ്ട കാര്യമില്ല, അവൻ സൃഷ്ടിയെ യാതൊരു കാര്യത്തിലും ആശ്രയിക്കുന്നുമില്ല. ഓക്കെ, അപ്പോൾ ത്രിയേക ദൈവത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇനി ഈ ദൈവത്തിൻ്റെ ത്രിയേകത്വം കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണ്? വൈ ഷുഡ് വി ബിലീവ് ദിസ്? എന്തുകൊണ്ട് നമ്മൾ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കണം? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ദൈവമല്ലെങ്കിലുള്ള കോംപ്ലിക്കേഷനാണ്. അതായതാണ് ഏറ്റവും വലിയ ത്രിയേക ദൈവത്തിലുള്ള ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ എന്തൊക്കെയായിരിക്കും യേശു ക്രിസ്തു ദൈവമല്ലെങ്കിലുള്ള കോംപ്ലിക്കേഷൻ?
ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ രക്ഷകനെന്ന് വിളിക്കുന്നത് ദൈവത്തെ ആയിരിക്കില്ല. ആരെയായിരിക്കും? ഒരു സൃഷ്ടിയായിരിക്കും. ഇനി ഒരു കാര്യം പറയാമോ? യേശുക്രിസ്തു ദൈവം അല്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണ്? ഞാൻ രാവിലെ പറഞ്ഞതാ, നമ്മൾ വീണ്ടും ജനിച്ച് തേജസ്കരിക്കപ്പെട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ആരുടെ മുമ്പിലാണ് വണങ്ങുന്നത്? ആരുടെ മുമ്പിലാണ്? യേശുക്രിസ്തുവിൻ്റെ മുമ്പിലാണ്, അല്ലേ? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മൾ വണങ്ങുമ്പോൾ യേശു ദൈവം അല്ലെങ്കിലുള്ള അവസ്ഥ എന്താ? നമ്മൾ ആരുടെ മുമ്പിലാണ് വണങ്ങുന്നത്? ഒരു സൃഷ്ടിയുടെ മുമ്പിലല്ലേ? അല്ലേ? അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ദൂതന്മാരെല്ലാം ആരാധിക്കുന്ന സൃഷ്ടിയെയാണോ സൃഷ്ടിതാവിനെയാണോ? അപ്പോൾ യേശുക്രിസ്തു ദൈവം അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് എന്ത് പാപമായിരിക്കും ചെയ്യുന്നത്? ഒന്നാം കൽപ്പന ലംഘിക്കുകയായിരിക്കും. അതായത് നിന്റെ സൃഷ്ടിതാവായ ദൈവം അല്ലാതെ വേറൊരാളുടെ മുമ്പിൽ വണങ്ങാൻ വേണ്ടിയാണോ നമ്മളെ തേജസ്കരിച്ച് കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ക്ലൈമാക്സ് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അവിടെ കർത്താവിനെ നമുക്ക് വണങ്ങുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, യേശുക്രിസ്തു പറയുന്നത് വിശ്വസിക്കാൻ നമുക്ക് ബാധ്യത ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. കാരണം അവൻ ദൈവമല്ലെങ്കിൽ ഇവൻ്റെ പ്രോമിസസ് എന്നെന്നും നിലനിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ദൂതന്മാർ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? ഒരു സൃഷ്ടിയാണ് വന്ന് നമ്മളെ വീണ്ടെടുത്തതെങ്കിൽ ആ സൃഷ്ടിക്ക് തെറ്റിപ്പോകാം. കാരണം തെറ്റാവരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവം മാത്രമേ നിത്യനായിട്ടുള്ളൂ. അപ്പോൾ സ്വർഗത്തിൽ പോകാതെ നോക്കിയിരുന്നിട്ട് കുറേ കഴിഞ്ഞപ്പം വേറൊരു പ്രവാചകം എന്ന് പറയാം, അത് തെറ്റിപ്പോയതാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലേ? അപ്പോൾ തെറ്റാത്തത് ആര് മാത്രമേ ഉള്ളൂ? ദൈവം മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സൃഷ്ടിക്ക് എവിടെ വേണമെങ്കിലും എറർ സംഭവിക്കാം. അപ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ കൺഫസ് ചെയ്തില്ലെങ്കിൽ നമ്മളെ രക്ഷിച്ചത് ദൈവമല്ല എന്ന് വരും. രക്ഷിതാവേ, കർത്താവേ, എൻ്റെ ദൈവമേ, കർത്താവേ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആരെയായിരിക്കും? ദൈവമല്ലാത്ത ഒരാളെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ത്രിയേക ദൈവത്വത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 2-3 ദുരുപദേശങ്ങളും കൂടെ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ത്രിയേകത്വത്തിൻ്റെ ആ സെക്ഷൻ നമുക്ക് വിടാം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതെല്ലാം പറഞ്ഞു പോകാനുള്ള ടൈം ഇപ്പോൾ ഇല്ല. റോങ് ടീച്ചിങ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊണാർക്കി, അതായത് മോഡലിസം എന്ന് പറഞ്ഞ സാധനം. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് മോഡലിസം എന്ന് പറഞ്ഞാൽ? മോഡലിസം എന്ന് പറഞ്ഞാൽ ദൈവം ഒരേ എസൻസ് ആണെങ്കിലും 3 മോഡിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അത്. ഇനി രണ്ടാമത്തെ ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ഏരിയനിസം എന്ന് പറഞ്ഞൊരു സാധനമാണ്. അറിയൂസിൻ്റെ വിരുദ്ധോപദേശം. എത്ര പേരുണ്ട് യാക്കോബ സഭയിൽ നിന്ന് വന്നവർ? അവർ ഓർമ്മയുണ്ടോ? ഈ തുബ്ദൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഓർത്തഡോക്സുകാർ ചൊല്ലുന്നത്, അല്ലേ? അതിനകത്ത് പറയുന്നുണ്ട് അറിയൂസിൻ്റെ വേദവിപരീതത്തെ ഖണ്ഡിച്ച അത്തനേഷ്യസിനെ ഞങ്ങൾ ഓർക്കുന്നു. ഓർമ്മയുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ അറിയൂസ് എന്ന് പറഞ്ഞൊരു, അറിയൂസ് എന്ന് കേട്ടിട്ടില്ലേ? അറിയൂസിൻ്റെ വേദവിപരീതം. എന്താ അറിയൂസിൻ്റെ വേദവിപരീതം? അറിയൂസിൻ്റെ വേദവിപരീതം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണ്, അവൻ ദൈവമല്ല എന്ന് പറഞ്ഞതാണ് അറിയൂസിൻ്റെ വേദവിപരീതം. അതിനെതിർത്ത ആളാണ് അത്തനേഷ്യസ് എന്ന് പറയുന്ന ഒരു യങ് ബിഷപ്പ്, ഒരു വളരെ യങ് ആയിട്ടുള്ളൊരു ബിഷപ്പാണ്. ഈ അത്തനേഷ്യസ് ആണ് ഈ ഏരിയനിസത്തെ എതിർത്തത്. ഇത് അരിയൂസ് എന്ന് പറയുന്ന ആൾ അലക്സാണ്ട്രിയയിൽ ഒരു ബിഷപ്പായിരുന്നു. ഞാൻ നിങ്ങളോട് രാവിലെ പറഞ്ഞ പോലെ ഈ നിക്ക വിശ്വാസ പ്രമാണം ഫോർമുലേറ്റ് ചെയ്യുന്ന നിക്കയിലെ സിനഡ, സുന്നഹദോസ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ സുന്നഹദോസ് എന്ന്? അപ്പോൾ നിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയ സുന്നഹദോസാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ആദ്യമായിട്ടൊരു പഠനം നടത്തി തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അവിടെ അലക്സാണ്ട്രിയയിൽ നിന്ന് വന്നൊരു ബിഷപ്പ് അരിയൂസ് എന്ന് പറയുന്ന ആൾ ആണ് ഈ ഒരു പരിപാടി കൊണ്ടുവന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മോഡലിസം കൊണ്ടുവന്ന ആരാന്നറിയോ? അതും വേറൊരു ഇതുപോലത്തെ ഒരുത്തൻ അവിടെ കൊണ്ടുവന്നതാണ്, സബേലിനിസം എന്ന് പറയും. അതിനാണ് ഈ മോഡലിസം എന്ന് വിളിക്കുന്നത്. സബേലിയസ് എന്ന് പറഞ്ഞ ഒരാളാണ് ആ പരിപാടിയും കൊണ്ടുവന്നത്. ഇന്ന് ഇവർ ഈ പുതിയ വേദവിരീതം എന്ന് പറഞ്ഞ് ഇറക്കുന്നതെല്ലാം പണ്ടേ ചർച്ച് കൺസിഡർ ചെയ്ത് തള്ളിക്കളഞ്ഞതാണ്. മനസ്സിലാകുന്നുണ്ടോ? അത് പിന്നെയും ഇതറിയാൻ വയ്യാത്തവരെടുത്ത് ചിലവാകുമെന്ന് വിചാരിച്ച് പിശാച് വീണ്ടും ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഏരിയൻ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് AD 325 നിക്ക വിശ്വാസ പ്രമാണം ഫോർമുലേറ്റ് ചെയ്യുന്നത്. നിക്കയിലെ സുന്നഹദോസ് അന്നേരമായിരുന്നു. ആ സമയത്ത് അരിയൂസ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒൺലി ബിഗോട്ടൺ സൺ ഓഫ് ഗോഡ്, അങ്ങനൊരു പ്രയോഗമുണ്ട്. നിങ്ങൾ പഴയ ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെയുണ്ട്, ഒൺലി ബിഗോട്ടൺ സൺ. ഈ ബിഗോട്ടൺ സൺ എന്ന് പറയുന്ന പ്രയോഗം യോഹന്നാൻ 1:14 അവിടെയുണ്ട്. അതായത് ദ ഒൺലി ബിഗോട്ടൺ ഓഫ് ദ ഫാദർ. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിൽ അത് ചിലപ്പോൾ കാണുകയില്ല. യോഹന്നാൻ 3:16
ജോൺ ചാപ്റ്റർ 3:16 കാണാതെ അറിയാമോ? ഇംഗ്ലീഷിൽ അറിയാമോ? മലയാളത്തിൽ അറിയാമല്ലേ? മലയാളത്തിൽ സകലർക്കും അറിയാം. ഇംഗ്ലീഷിൽ ജോൺ ചാപ്റ്റർ 3:16, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് that he gave his only son. ബിഗോട്ടൺ എന്നുള്ള വാക്ക് പഴയ ബൈബിളിലുണ്ട്. അപ്പോൾ ഈ ബിഗോട്ടൺ എന്നുള്ള വാക്ക് ഇവരെടുത്തുകൊണ്ട് വന്നിട്ട് അവർ പറഞ്ഞു യേശു ദൈവത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. ഈ കിങ് ജെയിംസ് ബൈബിൾ ഉപയോഗിക്കുന്നവർ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അബ്രഹാം ബിഗാറ്റ് ഐസക്, അങ്ങനെയാണ്. ബിഗാറ്റ് എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചു എന്ന്. അപ്പം പിതാവ് പുത്രനെ ജനിപ്പിച്ചു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം എന്നാണ് അരിയൂസ് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം പിതാവാണ് വലിയവൻ, പുത്രനെ അവൻ ജനിപ്പിച്ചതാണ്, പുത്രൻ സബോർഡിനേറ്റ് ആണ്, പുത്രൻ ദൈവമല്ല എന്നുള്ളതായിരുന്നു അരിയൂസിൻ്റെ കണ്ടെത്തൽ. പിന്നെ ഈ ഫസ്റ്റ് ബോൺ എന്നുള്ളൊരു പ്രയോഗം, ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ അരിയൂസ് അതിനെ വ്യാഖ്യാനിച്ചത് ആദ്യം ജനിച്ചവൻ, ബാക്കിയുള്ളവർ പിന്നെ ജനിച്ചു. അപ്പോൾ ഒന്നാമത് ജനിച്ചവൻ ദൈവമാണോ? ബാക്കിയുള്ളവർ രണ്ടാമത് ജനിച്ചല്ലോ. അതായിരുന്നു അരിയൂസിൻ്റെ ആർഗ്യുമെൻ്റ്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒൺലി ബിഗോട്ടൺ എന്നുള്ള വാക്ക് അത് പിന്നീടുണ്ടായ മാനുസ്ക്രിപ്റ്റിൽ നിന്ന് കിട്ടിയൊരു വാക്കാണ്. യഥാർത്ഥത്തിൽ ആ ബിഗോട്ടൺ എന്നുള്ള വാക്ക് ഈ വാക്യങ്ങളിലൊന്നും ഇല്ല. ഒറിജിനൽ നമുക്കിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കിങ് ജെയിംസ് ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന 1611, അത് അന്ന് അവർക്ക് അത്ര അറിയില്ലായിരുന്നു. എന്നിട്ട് പോലും ഈ 1611 അവർ കിങ് ജെയിംസ് ഇംഗ്ലീഷ് ബൈബിൾ തയ്യാറാക്കുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ്, അന്നത്തെ കാലത്തെ മാനുസ്ക്രിപ്റ്റ്, അന്ന് അവർക്ക് കിട്ടിയ മാനുസ്ക്രിപ്റ്റ് വെച്ചാണ് അവർ എഴുതിയത്. പക്ഷേ ഇന്ന് ഈ ESV ഒക്കെ ഇറക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ യേശുവിൻ്റെ കാലഘട്ടത്തിനോട് അടുത്തുള്ള മാനുസ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്തൊന്നും ഈ ബിഗോട്ടൺ എന്നുള്ള വാക്ക് ഇല്ല. എന്ന് പറഞ്ഞാൽ അത് പിന്നീട് വന്നു ചേർന്ന ഒരു വാക്കാണ്. അവിടെ ശരിക്കും പറഞ്ഞിരിക്കുന്നത് ESV, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ. അപ്പോൾ പിന്നീട് വന്നു ചേർന്നൊരു വാക്കാണ്. അപ്പോൾ പുതിയ ട്രാൻസ്ലേഷൻസിലൊന്നും NIVക്ക് ശേഷം ഇങ്ങോട്ടുള്ള ഒരു ട്രാൻസ്ലേഷനിൽ ഈ ബിഗോട്ടൺ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. കാരണം ഏർലിയസ്റ്റ് മാനുസ്ക്രിപ്റ്റ്സിൽ അങ്ങനൊരു വാക്കേ ഇല്ല. അപ്പോൾ അത് അവിടെ വിട്ടേക്കാം നമുക്കല്ലേ, ആ ഒരു വാക്ക് അവിടെ വിടാം. ഇനി രണ്ടാമത്തെ വാക്ക് ഫസ്റ്റ് ബോൺ എന്നുള്ള വാക്കാണ്. ഈ ഫസ്റ്റ് ബോൺ എന്നുള്ള വാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നു, ഇതെല്ലാം ഓർത്തിരിക്കാൻ പ്രയാസമായിരിക്കും ചിലപ്പോൾ. ഫസ്റ്റ് ബോൺ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഈ ഏശാവും യാക്കോവും തമ്മിലുള്ള എൻ്റെ കോൺട്രവേഴ്സി എന്തായിരുന്നു? അവകാശം, ജ്യേഷ്ഠാവകാശം. എന്തായിരുന്നു ഈ ജ്യേഷ്ഠാവകാശത്തിന് ഇത്രയും വലിയ പ്രത്യേകത? ഈ അപ്പൻ്റെ അനുഗ്രഹം മുഴുവൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കി, ആർക്കാ പോയിക്കൊണ്ടിരുന്നേ? നിങ്ങൾ ഒരു പക്ഷേ ആലോചിക്കും, വിചാരിക്കും എന്ത് മോശം അതെന്നല്ലേ. 2 കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഇളയ കൊച്ചിനെ ചുമ്മാ വിട്ടിട്ട് അതും ഇതൊക്കെ കൊടുത്തിട്ട് മൂത്ത കൊച്ചിന് എല്ലാ അവകാശങ്ങളും കൊടുക്കുക. ശരിക്കും ശരിയാണോ? അത് നീതിയാണോ? യാക്കോബ് അന്ന് അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ അല്ലേ ആ അവകാശങ്ങളെല്ലാം ആര് കൊണ്ടുപോയേനെ? ഏശാവ് കൊണ്ടുപോയേനെ അല്ലേ. അപ്പം ഈ അനുഗ്രഹങ്ങളെല്ലാം ഈ മൂത്തവർക്ക് കൊടുക്കുന്ന ഒരു നല്ല മര്യാദയാണോ? നിങ്ങളുടെ വീട്ടിലെ അപ്പനും അമ്മയ്ക്കും 5 ഏക്കർ സ്ഥലമുണ്ട്, മൂത്തവന് 4 ഏക്കർ, ബാക്കിയുള്ള 4 പിള്ളേർക്ക് 1 ഏക്കർ വീതിച്ചു കൊടുത്ത് എങ്ങനെ ഉണ്ടായിരിക്കും? ആ പിള്ളേരെപ്പോൾ തമ്മി തല്ലി തീർത്തില്ല എന്നുള്ളതേ അറിയാനുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ് ഇങ്ങനെ ഈ ഫസ്റ്റ് ബോൺ എന്നുള്ളതിൻ്റെ പ്രത്യേകത? യേശു ക്രിസ്തുവിൻ്റെ ആദ്യജാതൻ എന്നുള്ള സ്റ്റാറ്റസ്, അതിന് ഒത്തിരി അർത്ഥങ്ങൾ ഞാൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ഇതാണ്, ഈ ആദ്യജാതനെ സകലതും ഏൽപ്പിച്ചു. അപ്പം നമ്മളെ മക്കളായിട്ട് കാണണമല്ലോ അല്ലേ. നമ്മൾ മക്കളുടെ സ്വഭാവം ഇല്ല, ഒന്നുമില്ല, സൃഷ്ടികൾ മാത്രമാണ്. അപ്പോൾ ദൈവത്തിന് ഈ സൃഷ്ടികളായ നമ്മളെ ആരാക്കണം? മക്കളാക്കണം. അപ്പോൾ അതിന് നമ്മളെ അവകാശികളാക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇതെല്ലാം അവകാശം നമ്മൾ തല്ലി മുടിച്ച് കളയുള്ളൂ. കാരണം ഇത് നമുക്ക് തരാവുന്ന ഒരു സ്റ്റേജിലല്ല. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അവൻ്റെ തന്നെ പുത്രനെ സകലത്തിൻ്റെയും അവകാശിയായി മൂത്ത ചേട്ടനായി നിയമിച്ചു. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അവകാശമല്ല ആർക്ക് കൊടുത്തു? മൂത്ത ചേട്ടന് കൊടുത്തിട്ട് ഈ ബാക്കി മക്കൾക്ക് അവകാശം കൊടുത്തില്ല എന്നല്ല, ബാക്കി മക്കൾക്കെല്ലാം ഈ മൂത്ത ചേട്ടൻ്റെ കൂടെ കൂട്ടവകാശം കൊടുത്തു. എങ്ങനെയുണ്ട് ദൈവത്തിൻ്റെ ഐഡിയ? വാ, ഭയങ്കരല്ലേ. അതേസമയത്ത് ഓരോരോ അവകാശങ്ങൾ തന്നിരുന്നെങ്കിൽ നമ്മളതെല്ലാം മുടിയനായ പുത്രനെ പോലെ എല്ലാം നശിപ്പിച്ചേനെ. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അവനെ തന്നെ അതായത് ദൈവം തന്നെ ഇറങ്ങി വന്ന് നിന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു, ആദ്യജാതനായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? നമ്മുടെ എല്ലാം ചേട്ടനാക്കി നിയമിച്ചിട്ട് അവകാശം മുഴുവൻ അവന് കൊടുത്തു. അവൻ സകലത്തിൻ്റെയും അവകാശിയായിട്ട്
അവൻ പറഞ്ഞു, നിൻ്റെ ഉള്ളിൽ ആരെല്ലാം ഉണ്ടോ, അതായത് നീ ആരെല്ലാം നീ രക്ഷിക്കുന്നുണ്ടോ അവരുടെ എല്ലാം കൂട്ടവകാശം നിൻ്റെ കൂടെ ആയിരിക്കും. എത്ര മനോഹരമായ അല്ലേ. അപ്പോൾ വേദപുസ്തകത്തിൽ ഈ ഫസ്റ്റ് ബോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കുറേ പേര് ജനിച്ചതിൽ ആദ്യം ജനിച്ചവൻ അല്ല. അതിൻ്റെ അർത്ഥം ഈ സകലവും അവകാശമാക്കിയവൻ എന്നുള്ള ആദ്യജാത അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ യേശുവിൻ്റെ ആദ്യജാത അവകാശം എന്ന അബ്സല്യൂട്ട് റെവലേഷൻ അവിടെ കിടക്കുന്നത് കൊണ്ട് ഈ ബൈബിളിൽ ത്രൂ ഔട്ട് ആദ്യജാതന്മാരെ പ്രത്യേകമായി പരിഗണിച്ചിരിക്കുന്നതിൻ്റെ കാരണം അത് യേശു ക്രിസ്തുവിൻ്റെ ആദ്യജാതത്വത്തിൻ്റെ ഒരു നിഴലായതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് മനുഷ്യരുടെ അവകാശങ്ങൾ കൂട്ടവകാശങ്ങളല്ല. മനുഷ്യരുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് സെപ്പറേറ്റ് അവകാശങ്ങളാണ്. ഇപ്പം അപ്പൻ 5 ഏക്കർ 5 പിള്ളേർക്ക് വീതിച്ചു കൊടുത്താൽ 5 പിള്ളേർക്കും അതിനകത്ത് സെപ്പറേറ്റ് അവകാശമാണ്. അല്ലേ, വേറൊരു ചേട്ടനും വേറൊന്നും ഇടപെടാനൊന്നും പറ്റില്ല. എന്നാൽ ഭാര്യയ്ക്കും ഭർത്താവിനും അതാത് ഓരോ ഏക്കറുകളിൽ എന്താണ് കൂട്ടവകാശമാണ്. ആണോ? അപ്പം നമ്മളെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നാം ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് സെപ്പറേറ്റ് അവകാശം, ഇന്ന് നിൻ്റെ അവകാശം പിടിച്ചുകൊണ്ട് നീ പൊക്കോ, അങ്ങനല്ല. അങ്ങനെ നമുക്ക് പോയാൽ നമുക്ക് നിലനിൽപ്പേ ഇല്ല, ജീവനും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഈ ആദ്യജാതൻ്റെ അവകാശങ്ങളിൽ നമ്മളെ പങ്കാളികളാക്കിയാണ് രണ്ടാം ജാതരെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതാണ് ഈ ഇതൊന്നും അറിയൂസിന് മനസ്സിലായില്ല. അറിയൂസിനെന്നല്ല, ഇത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കുന്നതോ മനസ്സിലാക്കുന്നതോ ഒരു കാര്യമല്ല. ഞാനിത് മനസ്സിലാക്കുമ്പോൾ എൻ്റെ ഹൃദയം എത്രയോ സന്തോഷത്താൽ നിറയുന്നതെന്ന് എനിക്കറിയാം. കാരണം ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ അവൻ്റെ പുത്രനെ ഇങ്ങനെ ആക്കുക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. നമ്മളെ സ്വർഗത്തിലെ ധനം അനുഭവിപ്പിക്കാൻ യേശുവിനെ ആദ്യജാതനാക്കി. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നീ സകലത്തിനും ആദ്യജാതനെന്ന് കർത്താവ് പറയാതെ ഇതൊന്നും നമുക്ക് അവകാശമാക്കുവാൻ സ്വയമേ കഴിയുമായിരുന്നില്ല. സ്വയമേ അവകാശങ്ങൾക്ക് നമുക്ക് അർഹതയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അരിയൂസിൻ്റെ ഈ ഭയങ്കരമായ പാഷാണ്ഡ ഉപദേശം, അതായത് ഇഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ഗോഡ് അവർ സാൽവേഷൻ ഈസ് ഇൻ വെയിൻ എന്ന് പറഞ്ഞാൽ, അതിനകത്ത് അത്തനേഷ്യസ് ഒരു ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റ് അതിന് ശേഷം പറഞ്ഞു. അത്തനേഷ്യസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ ദുരുപദേശങ്ങളെയും നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അതിൻ്റെ യഥാർത്ഥ സെൻറ്റർ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തെറ്റായ വ്യൂ പോയിന്റിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നാണ്. അതായത് ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള, അങ്ങനെയാണ്, ത്രിയേക ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു പേഴ്സണെ കുറിച്ചുള്ള ഒരു തെറ്റായ ഉപദേശത്തിൽ നിന്ന് ആണ് ലോകത്തിലുള്ള എല്ലാ ദുരുപദേശങ്ങളും ഉണ്ടാകുന്നതെന്ന് അന്ന് അവർ കണ്ടെത്തി പ്രഖ്യാപിച്ചു. കാരണം ഇത് അഴിക്കാൻ പാടില്ല. ഞങ്ങളുടെ ചർച്ചിൽ ഈ ഒരു ത്രിയേകത്വത്തെക്കുറിച്ച് ഒരു സെമിനാർ നടത്തി. ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടു, ഗോഡ് ഈസ് 3 persons, ഈച്ച് പേഴ്സൺ ഈസ് ഫുള്ളി ഗോഡ്, ഗോഡ് ഈസ് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി ആര് പുൾപിറ്റിൽ കയറിയാലും അതല്ല പറയുന്നതെങ്കിൽ അപ്പോൾ തന്നെ ജനം അത് മനസ്സിലാക്കുകയും അത് വിവേചിക്കുകയും ഇത് ദുരുപദേശമാണെന്ന് കണ്ടെത്തുകയും വേണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓരോ കാറ്റിനാൽ ഉഴലുന്ന ശിശുക്കളെ പോലെ എല്ലാ ഉപദേശങ്ങൾക്കും ഹല്ലേലൂയ പറയാൻ ഇടവരരുത് എന്ന് അർത്ഥം. അന്ത്യകാലത്ത് സത്യോപദേശത്തിൽ നമ്മൾ നിന്നില്ലെങ്കിൽ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിൻ്റെ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്താൻ പോലും നമുക്ക് സാധിക്കാത്ത ഒരവസ്ഥ വരും. അത് ഞാൻ മാനുഷികമായ ഭാഷയിൽ പറഞ്ഞതാണ്. എല്ലാം ദൈവമാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ബിഗോട്ടൺ എന്നുള്ള വാക്ക് അന്ന് നിക്ക വിശ്വാസ പ്രമാണ കാലത്ത് ആ ബിഗോട്ടൺ എന്നുള്ള വാക്ക് തന്നെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവരത് എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇങ്ങനെ AD 325 അവർ ആ നിക്ക വിശ്വാസ പ്രമാണത്തിൽ അങ്ങനെ എഴുതി, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സൃഷ്ടി അല്ലാത്തവന്. അങ്ങനെയുണ്ടോ? ബോൺ ബട്ട് നോട്ട് മെയ്ഡ്, സൃഷ്ടിക്കപ്പെട്ടവനല്ല ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ ജനനം എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം ഇത്തിരി പ്രയാസമാണെന്ന് മനസ്സിലാക്കാൻ. എങ്ങനെയാണ് പുത്രനായത്? എങ്ങനെയാണ് പിതാവ് പുത്രനെ ജനിപ്പിച്ചത്? അപ്പോൾ അതിനു മുമ്പ് പുത്രൻ ഇല്ലായിരുന്നോ എന്നൊരു ചോദ്യമാണ്. ഇതാണ് ഈ പ്രധാന പ്രതിസന്ധി. ജനിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, ഇപ്പം ഞാൻ ഉണ്ടായത് എൻ്റെ അപ്പനും അമ്മയ്ക്കുമാണ്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ജനിപ്പിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഞാനുണ്ടായിരുന്നോ? അപ്പോൾ പിതാവ് പുത്രനെ ജനിപ്പിച്ചു പക്ഷെ സൃഷ്ടിച്ചില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആകെ പ്രശ്നമല്ലേ? ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ഒരു വാക്കിൽ പറയാം, ഈ സമയത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു കൃത്യമായ ബിഗിനിങ് ഉണ്ട്. കൃത്യമായ ബിഗിനിങ് ഉണ്ടല്ലേ? ഇപ്പോൾ ചേസ് ജനിച്ചു, അത് കുറേ വർഷമായി, ഇനി പറയുന്നില്ല, കുറേ വർഷമായി. അപ്പോൾ അതിനു മുമ്പ് ചേസ് ഇല്ല, അതിനൊരു പ്രത്യേക ബിഗിനിങ് ഉണ്ട്. നമ്മളെല്ലാം ജനിച്ചതിന് ഈ ലോകത്തൊരു ബിഗിനിങ് ഉണ്ട്. കാരണം നമ്മളെല്ലാം ടൈമിനകത്താണ്. ഇറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ടൈമില്ല. അപ്പോൾ ജനിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ്
നിത്യമായ ഒരു പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്ന് പുറപ്പെടുക എന്ന് പറയുന്നത് ആദ്യം തൊട്ട് അവസാനം വരെ അങ്ങനെ തന്നെ പുറപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പ്രോഗ്രസീവ് കമ്മിങ് ഔട്ട് ഫ്രം ദ ഫാദർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യനിൽ നിന്ന് പ്രകാശം പോകുന്നത് പോലെ കുറേ പ്രകാശത്തെ ഇന്നങ്ങ് വിട്ടേക്കാം, അങ്ങനെ പോകുന്നതല്ല. അത് എപ്പോഴെല്ലാം സൂര്യനുണ്ടോ അപ്പോഴെല്ലാം സൂര്യനിൽ നിന്ന് ജനിക്കുന്നതാണ് എന്ത്? അപ്പോൾ എപ്പോഴെല്ലാം സൂര്യനുണ്ടോ അപ്പോഴെല്ലാം വെളിച്ചമുണ്ട്. അതുപോലെ എപ്പോഴെല്ലാം പിതാവുണ്ടോ അപ്പോഴെല്ലാം പുത്രനുണ്ട്. പുത്രൻ എവിടെ നിന്ന് പുറപ്പെടുന്നു? പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസൻസ് അത് തന്നെയാണ്, പിതാവ് തന്നെയാണ്. പ്രത്യേകമായൊരു ആരംഭമോ അവസാനമോ പുത്രനില്ല. അത് മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പുത്രൻ്റെ ക്വാളിറ്റീസ് പറയുമ്പം അവിടെ പറയുന്നുണ്ട്, അവൻ ആദ്യവും അന്ത്യവും ഇല്ലാത്തവനാണ്. ദർ ഇസ് നോ ബിഗിനിങ് നോർ എൻഡ് ഫോർ ദ ലോർഡ്. കാരണം അവൻ ഇറ്റേണലാണ്, തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് സെപ്പറേറ്റഡ് അല്ല. എന്നാൽ നമുക്ക് വ്യക്തമായി ആ 3 പേഴ്സൺസിനെ തിരിച്ചറിയാം. ബട്ട് ദേ കനോട്ട് ബി സെപ്പറേറ്റഡ്. പണ്ട് ഞാൻ ഈ കത്തോലിക്കരുടെ ധ്യാനം കൂടിയുണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത്, അന്ന് വിശ്വാസി വരുന്നതിന് മുമ്പ്. SB കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവിടുത്തെ ധ്യാനത്തിനൊക്കെ ഞാൻ പോയിരുന്നു. ഞാൻ എല്ലാ കുർബാനയ്ക്കും പോയി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ ധ്യാനത്തിനിടയ്ക്ക് ഈ പാട്ട് ദൈവപിതാവെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, യേശുവേ നാഥ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, പാവനാത്മാവെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ എനിക്ക് അന്ന് തൊട്ടേ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതെന്താ ഇങ്ങനെ പറയുന്നത്? പിന്നെ വന്ന് നമ്മളും അങ്ങനെ പാട്ടുകൾ എഴുതാൻ തുടങ്ങി അടുത്ത കാലത്ത്. അതായത് പഴയ പാട്ടുകളിലൊന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള വർഷിപ്പില്ല. ഇപ്പോൾ അടുത്ത ദൈവപിതാവേ എന്നുടെ താതൻ നീ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നോൻ, അല്ലേ? എനിക്ക് പാടാൻ അറിയത്തില്ല, ഇപ്പം മനസ്സിലായല്ലോ. അവിടെ ആദ്യത്തെ സ്റ്റാൻസിൽ പിതാവിനെ ആരാധിച്ചു, രണ്ടാമത്തെ സ്റ്റാൻസിൽ പുത്രനെ ആരാധിച്ചു, മൂന്നാമത്തെ സ്റ്റാൻസിൽ പരിശുദ്ധാത്മാവിനെ ആരാധിച്ചു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരെ 3ആയിട്ട് കാണുകയല്ല ചെയ്തത്, ഇവരെ 3ആക്കി മാറ്റുകയാണ് ചെയ്തത്. അതിനെയാണ് ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത്. വി കനോട്ട് സെപ്പറേറ്റ് ദ ട്രയൂൺ ഗോഡ് ബട്ട് ഓൺലി സീ ദ ട്രയൂൺ ഗോഡ് ആസ് 3 ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ്. 3 വ്യക്തികളായി ദൈവത്തെ കാണുക എന്നുള്ളതല്ലാതെ അതിനെ മുറിച്ചു മാറ്റി 3ആയി ആരാധിക്കേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? വി നീഡ് നോട്ട് സെപ്പറേറ്റ് ഓർ കനോട്ട് ഈവൻ ഷുഡ് നോട്ട് സെപ്പറേറ്റ് ദ ട്രയൂൺ ഗോഡ്. അതായത് ഞാൻ രാവിലെ പറഞ്ഞ പോലെ കത്തോലിക്കർക്ക് ഇപ്പോൾ 5 ആയാലും കുഴപ്പമില്ലാത്തവരാണ്. പക്ഷെ നമുക്കൊരു ദൈവമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ, 3 വ്യക്തികളുണ്ട്. അപ്പോൾ ഒരു ദൈവത്തെ ആരാധിച്ചാൽ അതെല്ലാവരെയും ആരാധിച്ച പോലെയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പിതാവായ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, നാമങ്ങളിലല്ല, ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ, ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഒരു നാമമേ ഉള്ളൂ, ഒരു എസൻസേ ഉള്ളൂ, ഒരു ബീയിങ്ങേ ഉള്ളൂ. എന്നാൽ 3 വ്യത്യസ്ത വ്യക്തികൾ അവിടെ ഉണ്ട്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. അപ്പം പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. നമുക്ക് വേണമെങ്കിൽ പറയാം പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നതിന് പറഞ്ഞാൽ പുത്രൻ്റെ സ്നേഹം എന്ന് വേണേൽ പറയാറുണ്ടല്ലോ. പുത്രനല്ലേ നമ്മളോട് പറഞ്ഞ പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, അല്ലേ? നമ്മൾ അനുഭവിച്ച ആരുടെ സ്നേഹമായിരുന്നു? അപ്പോൾ ശരിക്കും അത് ഇങ്ങനെ വേണമെങ്കിലും പറയാറുന്നല്ലേ, ക്രിസ്തുവിൻ്റെ സ്നേഹവും പിതാവിൻ്റെ സ്നേഹവും. അപ്പം പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് 3 പോകും. അപ്പൻ്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും വല്യപ്പൻ്റെ സ്നേഹവും നിനക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് വേറെ, ഇയാൾ വേറെ, 3 വേറെ എന്നായില്ലേ, ഇല്ലേ? പക്ഷെ അതേ സമയത്ത് വല്യപ്പൻ്റെ വാത്സല്യവും അപ്പൻ്റെ കരുതലും അമ്മയുടെ പരിചരണവും നിനക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്നേഹം തന്നെയല്ലേ? ആണോ അല്ലയോ? ആണല്ലോ. ഇതിനെ 3 നമ്മൾ സെപ്പറേറ്റ് ആക്കിയില്ലല്ലോ. ഇതെല്ലാം കൂടെ ഒന്നിച്ചല്ലേ വർക്ക് ചെയ്യുന്നത്. സ്നേഹം എക്സ്പ്രസ്ഡ് ആകുന്നതും നമ്മളിൽ പൂർത്തീകരിക്കപ്പെടുന്നതും 3 വ്യക്തികൾ ഒന്നിച്ചു ചേർന്നാണ്. പക്ഷെ അവർ 3 വ്യത്യസ്തരല്ല, ഒരേ ദൈവം തന്നെ. ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ വേർതിരിക്കാം. ഇത് ശ്രദ്ധിച്ചോ, ഇതാണ് എൻ്റെ കറക്റ്റ് വാക്ക്. വേർതിരിക്കാം, പക്ഷെ വേർപിരിക്കരുത്. മനസ്സിലായോ? വേർതിരിച്ച് കാണണം, പക്ഷെ വേർപിരിച്ച് കാണരുത്. തിരിക്കുന്നതും പിരിക്കുന്നതും രണ്ട് സാധനമാണ്. ഓക്കെ, ഇതൊക്കെ മൈനർ കാര്യങ്ങളാണ്. ഒരാൾ ഒരുപക്ഷെ കർത്താവിനോട് പ്രാർത്ഥിച്ചോ പിതാവിനോട് പ്രാർത്ഥിച്ചോ ഇതൊന്നും നോക്കിക്കൊണ്ടിരിക്കുമല്ല. അവിടെ നമ്മുടെ എല്ലാ ഹൃദയമാണ് പ്രധാനം. പക്ഷേ വി നീഡ് ടു നോ വാട്ട് ആർ ദി ഫൗണ്ടേഷണൽ തിങ്സ്. അപ്പോൾ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പാട്ട് ഒരാൾ പാടി, ഓ അയാൾ ശരിയല്ല, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അത് ബ്രദറുകാരുടെ ഒരു സ്വഭാവം. നമ്മളെല്ലാത്തിനും ഇങ്ങനെ ഒരു ലെൻസുമായിട്ടിരുന്ന് നോക്കി തെറ്റുകളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി അല്ല നമുക്ക് ഈ ഉപദേശങ്ങൾ ഇങ്ങനെ വിവരിച്ച് പഠിക്കുന്നു. കുഴി ചാടാതിരിക്കാൻ വേണ്ടിയും 1. 2, നമ്മുടെ വിശുദ്ധീകരണത്തിൽ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പെർഫെക്ഷനിലെത്താൻ വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അല്ല നാട്ടുകാരെ മുഴുവൻ ഇനി പ്രസംഗമല്ല ഇവാലുവേറ്റ് ചെയ്തോ, ആ പറഞ്ഞു ശരിയല്ലോ, ഈ പറഞ്ഞു ശരിയല്ലോ, അങ്ങനെ ഒരു കുഴപ്പം ഇതിനുണ്ട്.
അങ്ങോട്ട് നിങ്ങൾ പോരുത്. അതുകൊണ്ട് നമ്മൾ ഇനി അടുത്തൊരു സെഷൻ നമ്മൾ കൂടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയാൻ പോകുന്നൊരു കാര്യം ഈ രക്ഷയെ സംബന്ധിക്കുന്ന ഫൗണ്ടേഷൻസാണ്. ഈ രക്ഷയെ സംബന്ധിക്കുന്ന ഫൗണ്ടേഷനിൽ ഒന്നാമത്തെ കാര്യം ഐ ആം നോട്ട് ബെറ്റർ ദാൻ യു എന്നുള്ളതാണ്. അപ്പോൾ ആരെ കുറ്റം പറയുന്നതിന് മുമ്പ് ആദ്യം ആരുടെ കുറ്റം പറഞ്ഞോണം? അവനവൻ്റെ കുറ്റം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ദുരുപദേശം അതായിരുന്നു. രണ്ടാമത്തത് അരിയൂസിൻ്റെ ദുരുപദേശമാണ്. ഈ അത്താനേഷ്യസ് ആണ് അതിനെ എതിർത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഒള്ളി ബിഗോട്ടൺ എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് ഈ ഒരു വാക്ക് ഒമോസ്നിയോസ് എന്നൊരു വാക്കുണ്ട്. ഒമോസ്നിയോസ് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, ഗ്രീക്കിലെ വാക്ക് കേട്ടോ, ഒമോസ്നിയോസ്. പിന്നെ വേറൊരു വാക്കുണ്ട് ഒമോയോൻസ്. ഇത് വായിക്കാൻ ഭയങ്കര പാടാ. ഒമോയോൻസിസ് ഉണ്ട്, ഒമോൻസിസ് ഉണ്ട്. വ്യത്യാസം മനസ്സിലാവും, ഒരു ഐയുടെ വ്യത്യാസമുള്ളൂ. ഒമോൻസിസ്, ഒമോയോൻസിസ്, ഒരൈ. ഈ ആദ്യത്തെ വാക്കിൻ്റെ അർത്ഥം ഒമോൻസിയോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അതേ നേച്ചർ എന്നാണ്. എന്നാൽ ഒരു ഐ കൂടെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സഭ ഇതെങ്ങനെ ഫോം ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിക്കാ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റവും വലിയ ഡിബേറ്റ് ആയിരുന്നു ഈ ഐയുടെ മേലുള്ള ഡിബേറ്റ്. ഐ കൊടുക്കണോ വേണ്ടയോ അതായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഒരു നിക്കാ സുന്നഹദോസ് മുഴുവൻ ഒരു ഐയുടെ പേരിൽ എന്തിനാണ് ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കുന്നത്? അത് ഒറ്റ കാര്യമുള്ളൂ, എന്തുവാ, ഈ ഐ പോയാൽ പോയി. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അത് വളരെ പ്രധാനമാണ്. ആ ഒരു ഐ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പിതാവും പുത്രനും ഒരേ എസൻസും ഒരേ ഇംപ്രിൻറ്റും ഒരേ പ്രകൃതവുമാണെന്ന് നമ്മൾ പറയുന്നത്. ദർ ഇസ് വൺ ഗോഡ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇനി വേറൊരു ദുരുപദേശമുണ്ട്. ആ ദുരുപദേശം എന്ന് പറയുന്നത് ഇനി നാളെ വരാം, ഇതൊക്കെ വരാം, ഏതെങ്കിലും ഒരുത്തൻ ലൈവ് ഇടും ഫേസ്ബുക്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ്. സബോർഡിനേഷനിസം എന്നുള്ളതാണ്. സബോർഡിനേഷനിസം അതായത് പിതാവാണ് പുത്രനേക്കാൾ വലിയവൻ. എപ്പോഴും അങ്ങനെ തന്നെയാണ്, നിത്യത തൊട്ട് നിത്യത വരെയും. യേശു ക്രിസ്തു ഒരു ലെസർ ബീയിങ് ആണ്, അതായത് ഫുൾ ദൈവമല്ല. ഇപ്പോൾ പിതാവ് എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കാൻ വേണ്ടിയുള്ള ഒരാളാണ് പുത്രൻ എന്നുള്ളതാണ് ഇത് പറഞ്ഞ നിസ്സാര ആളല്ല കേട്ടോ. ഇത് പറഞ്ഞതൊരു വലിയ ബിഷപ്പാണ്, ഒറിഗൻ, ഭയങ്കര പ്രശസ്തനായൊരു ബിഷപ്പാണ് ഇങ്ങനൊരു തത്വം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ പ്രകൃതത്തിലും സ്വഭാവത്തിലും യേശു പിതാവിൻ്റെ അത്രയും എത്തില്ല. അതൊക്കെ പറയാൻ തന്നെ നമുക്കൊരു ഭാരം അല്ലേ, ഒരു വിഷമം, നമ്മുടെ ഉള്ളിലൊരു ഭാരമായിട്ടത് വരുമോ അത് പറയുമ്പം തന്നെ. ഓക്കെ, പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ ആ ഉപദേശങ്ങളെല്ലാം ഖണ്ഡിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കൊരു കാര്യം പറയണം, ജീസസ് വാസ് നോട്ട് എ സബോർഡിനേറ്റ് ടു പുത്രൻ, ദ സൺ ഈസ് നോട്ട് എ സബോർഡിനേറ്റ് ടു ദ ഫാദർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരാൾ മാനേജർ മറ്റേ അത് അനുസരിക്കുന്ന അങ്ങനെയല്ല. പക്ഷേ നമ്മളെ രക്ഷിക്കാനുള്ള റോളിൽ നമ്മൾ കാണുന്ന ക്രിസ്തു എപ്പോഴും പിതാവിന് സബ്മിറ്റഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മളെന്നും അങ്ങനെ ആയിരിക്കും കാണുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ദൈവത്തിൻ്റെ എസൻസ് രണ്ടായതുകൊണ്ടോ ഒന്ന് മറ്റൊന്നിന് ഇൻഫീരിയർ ആയതുകൊണ്ടല്ല, ആ റോൾ അങ്ങനെയാണ്. അതായത് പിതാവിൻ്റെ റോളും പുത്രൻ്റെ റോളും. പുത്രൻ നെവർ ഓവർടേക്സ് ദ ഫാദർ, ഹി ഓൾവേസ് ലിസൺസ് ആൻഡ് ഒബേസ്. അങ്ങനെയല്ലേ പുത്രൻ? മനസ്സിലാവുന്നുണ്ടോ? ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ഫാദർ ഈസ് സുപ്പീരിയർ ആൻഡ് സൺ ഈസ് ഇൻഫീരിയർ. അങ്ങനെയല്ല, എസൻസും ബീയിങ്ങും എല്ലാം ഒന്ന് തന്നെയാണ്. റോളിൽ മാത്രമേ ഉള്ളൂ എന്ത്? സബോർഡിനേഷൻ. ദർ ഇസ് ഓൺലി വൺ ഗോഡ് ബട്ട് സബോർഡിനേറ്റ് റോൾസ് ആർ ദെയർ. പക്ഷേ അവരുടെ പ്രകൃതത്തിലെ സബോർഡിനേറ്റ് ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് അടുത്ത വ്യാജ ഉപദേശമായിട്ട് മാറും. ഇനി ഏറ്റവും രസകരമായൊരു ഉപദേശം എന്ന് പറയുന്നത് കുറേ ഉണ്ട്, ഞാൻ എല്ലാം ഒന്നും പറയാൻ പോകുന്നില്ല, ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്തുന്നില്ല, ഇത് നിർത്താം, എല്ലാം നിർത്തണമല്ലോ. അഡോപ്ഷനിസം എന്ന് പറഞ്ഞാൽ യേശു ജനിച്ചപ്പോൾ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആൾ കൊള്ളാമെന്ന് പിതാവ് കണ്ടപ്പം അവൻ സ്നാനപ്പെടുന്ന സമയത്ത് പുത്രനായിട്ട് അഡോപ്റ്റ് ചെയ്തു. ഒറ്റ നോട്ടത്തിൽ ബൈബിൾ വായിച്ചാൽ അങ്ങനെ എന്ത് തോന്നും? അതുവരെ യേശുവിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ചില ആൾക്കാർ പറയുന്നത് അവൻ ഇന്ത്യയിൽ വന്നായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. സ്നാനപ്പെടാൻ സമയം വരെ യേശു എങ്ങനെ ജീവിച്ചെന്ന് പോലും പറയുന്നില്ല. സ്നാനപ്പെടാൻ വന്നപ്പോൾ പിതാവ് പറഞ്ഞു, ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ. ബാക്കിയുള്ളവരൊന്നും അത്ര പ്രിയമായില്ല. ആരിലെ പ്രിയമായത്? അപ്പോൾ എപ്പോഴാണ് യേശു ക്രിസ്തു പിതാവിൻ്റെ പുത്രനായത്? അഡോപ്ഷൻസ് അനുസരിച്ച് സ്നാനത്തിൻ്റെ സമയത്താണ് അല്ലേ? അപ്പോൾ സ്നാനത്തിൻ്റെ സമയത്ത് യോഹന്നാൻ പറയാണ്, ഇതാ ദൈവത്തിൻ്റെ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് യേശു ആരായത്? നമ്മുടെ പകരം യാഗമാകാനുള്ള മൃഗം ആയത്. എങ്ങനെയുണ്ട് ഐഡിയ? ഇതൊക്കെ ഒരു വാക്യം മാത്രം വായിച്ചാൽ അങ്ങനെയൊക്കെ തോന്നും അല്ലേ?
പക്ഷെ അവൻ്റെ നിത്യത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, അവൻ്റെ ദിവ്യത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേദപുസ്തകം മുഴുവൻ നമ്മൾ വായിക്കണം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം മാത്രം വായിച്ചാൽ ഇങ്ങനെ തോന്നുന്നത്. പക്ഷേ ദാവീദിനേക്കാൾ മുമ്പ് ഞാനുണ്ട്, അബ്രഹാമിനേക്കാൾ മുമ്പ് ഞാനുണ്ട്. ദാവീദ് എന്നെ കർത്താവെന്ന് വിളിച്ചപ്പം, കർത്താവെന്ന് വിളിച്ചു എന്ന് പറയുമ്പം ഇവരെന്താ ചെയ്യുന്നത്? ഞാൻ ദൈവത്തിൻ്റെ പുത്രനാന്ന് പറയുമ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്നയാൾ ഇവൻ ദൈവദൂഷണോ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊല്ലാൻ തുടങ്ങും. അപ്പം നമുക്ക് മനസ്സിലാകാത്തത് അവർക്ക് മനസ്സിലായി. യേശുക്രിസ്തു ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഞാൻ ദൈവത്തിന് തുല്യനാണെന്ന് തന്നെയാണ് ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അഡോപ്ഷനിസം എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ 2-3 നൂറ്റാണ്ടിൽ നടന്നു കഴിഞ്ഞ കാര്യം കേട്ടോ. ഇനി ഇതെല്ലാം പിന്നെ വരുമ്പോൾ ഓർത്തോണം, ഇതെല്ലാം സഭ നല്ലപോലെ ആലോചിച്ച് തള്ളിക്കളഞ്ഞ് ഒരു പ്രമാണം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ പ്രമാണത്തിൽ നിന്ന്, അതായത് നിക്കാ വിശ്വാസ പ്രമാണം കേട്ടിട്ടുണ്ടോ? അത് നിക്കാ വിശ്വാസ പ്രമാണം ലോകത്തുള്ള എല്ലാ സഭകളും അംഗീകരിക്കുന്ന പ്രമാണമാണത്. പക്ഷേ അതിനകത്ത് ചില മാറ്റങ്ങൾ കത്തോലിക്കർ വരുത്തിയിട്ടുണ്ട്, യാക്കോബക്കാരും വരുത്തിയിട്ടുണ്ട്. CSIക്കാർ ഏറ്റു പറയുമ്പോൾ അത്, മർത്തോമക്കാർ ഏറ്റു പറയുമ്പോൾ അത് ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാണ്. ആ സ്റ്റാൻഡേർഡ് ഫോം ലോകത്തുള്ള എല്ലാ സഭകളും അംഗീകരിക്കേണ്ട ടീച്ചിങ് ആണ്. നമുക്കതിനോട് കൂട്ടിച്ചേർക്കാം, പക്ഷെ അതിനെ ലംഘിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ അതിനെ ലംഘിച്ചാൽ നമ്മൾ അതിനെ കൾട്ട് എന്ന് വിളിക്കും. ഉദാഹരണത്തിന് പറയുകയാണ്, യേശു ക്രിസ്തു സൃഷ്ടിയാണ്, കൾട്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു കൾട്ടാണോ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിലൊന്നിനെ ലംഘിച്ചാൽ മതി. ഇപ്പം വേറൊരുത്തം പറയാണ് പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്, കൾട്ട്. അപ്പോൾ ഇതെല്ലാം ത്രിയേകത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. കർത്താവ് രണ്ടാമത് വരില്ല, കൾട്ട്. അപ്പോൾ കൾട്ടാണെന്ന് ആദ്യം കണ്ടുപിടിക്കാൻ അവൻ നിക്കാ വിശ്വാസ പ്രമാണത്തിൽ ലംഘിച്ചാൽ മതി. കാരണം അത് ഒരു ഫൗണ്ടേഷനായിട്ട് സഭ വളരെ വർഷങ്ങളായിട്ട് അംഗീകരിക്കുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ അനേകം ഉടമ്പടികൾ ഉണ്ടായിട്ടുണ്ട്, അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞ പോലെ നവീകരണ സമയത്തുണ്ടായ അനേകം സിനഡുകളുണ്ട്. അപ്പോൾ നവീകരണ പിതാക്കന്മാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കൃപയാലുള്ള വീണ്ടെടുപ്പ്, വിശ്വാസത്താലുള്ള വീണ്ടെടുപ്പ്, ഇതെല്ലാം വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി അന്ന് കത്തോലിക്കാ സഭയിൽ നിന്ന് വേറിട്ട് വന്നപ്പോൾ നവീകരണ പിതാക്കന്മാർ പറഞ്ഞ അതേ ടീച്ചിങ് ആണ് ഓർത്തഡോക്സ്, യാക്കോബായ, കത്തോലിക്ക സഭകൾ ഒഴിച്ചുള്ള ഈ കേരളത്തിൽ സൂറായി സഭ അറിയാമോ നിങ്ങൾക്ക്? തൃശ്ശൂരിലുള്ള ഒരു കൽദിയൻ ചർച്ച് ഉണ്ട്, നിങ്ങൾക്കറിയാം കൽദിയൻ ചർച്ച്. ആ കൽദിയൻ ചർച്ചും ഒഴിച്ചുള്ള പൗരസ്ത്യ സഭകൾ ഒഴിച്ചുള്ള ബാക്കി ചർച്ചുകൾ, അതായത് പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകൾ, CSI, മർത്തോമ, ലൂതറൻ, ബാപ്റ്റിസ്റ്റ്, ബ്രദറൻ, പിന്നെ എന്താ ഉള്ളത്, പ്രസ്ബിറ്റേറിയൻ, പിന്നെന്ത് സാധനമുള്ളത്, LMS, ഇങ്ങനെയുള്ള എല്ലാം, പെൻഡക്കോസ്റ്റ്, എല്ലാം ഫോളോ ചെയ്യുന്നത് ബേസിക്കലി ഈ നവീകരണ ഉപദേശമാണ്. എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് അലോൺ, ഗ്രേസ് അലോൺ, ക്രൈസ്റ്റ് അലോൺ, അത് തന്നെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അതേ ടീച്ചിങ്ങിൻ്റെ സ്ട്രീമിൽ നിന്നുണ്ടായ ചർച്ചകളാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെ എല്ലാം നമുക്കൊരു പുതിയ ഉപദേശം ഒരാൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ഇത് ഏത് ചർച്ചിൻ്റെയാണ്, വേറെ ഏത് ചർച്ചാണ് ഇത് ലോകത്ത് പ്രസംഗിക്കുന്നത് ചോദിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു ദുരുപദേശക്കാരൻ വന്ന് പറയും നിങ്ങളുടെ ചർച്ച ഏതാണ്, ആദ്യം ചോദിക്കുക വിച്ച് ചർച്ച് ഡു യു ബിലോങ് ടു? അസംബ്ലി ഓഫ് ഗോഡ്. ഓക്കെ, കേൾക്കാം. പക്ഷെ അപ്പോഴും അസംബ്ലി ഓഫ് ഗോഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉപദേശം എന്താണെന്ന് അവർക്ക് പോലും അറിയത്തില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. പക്ഷെ അവൻ പ്രശ്നം ഉണ്ടാക്കി നമുക്ക് അസംബ്ലി ഓഫ് ഗോഡുകാരെ വിളിച്ച് പറയാം ഇവൻ പ്രശ്നക്കാരനാണ് കേട്ടോ എന്ന്, അത്രയെങ്കിലും ഉണ്ട്. വേറൊരുത്തം പറയാം ഞാൻ ബ്രദറിനാണ്. ഓക്കെ, ബ്രദർ. അപ്പം ബ്രദറുകാരുടെ കുഴപ്പങ്ങളും നമുക്കറിയാം. അപ്പം ഇത് സംഗതി ഇതാണ്, അവർ ത്രിയേകത്വത്തെ നിഷേധിക്കില്ല, അല്ലേ, കൃപയാലുള്ള വീണ്ടെടുപ്പിനെ നിഷേധിക്കില്ല, അന്യഭാഷ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. അപ്പം നമുക്കറിയാതെ അവരെവിടെയാണ് കാര്യങ്ങൾ മനസ്സിലായി. പെന്തക്കോസ്തിലെ പ്രശ്നം എന്താ? നിങ്ങൾ ഏത് ചർച്ചിലാണ് പോകുന്നത്? ഞങ്ങളാ മത്തായി ചേട്ടൻ്റെ ചർച്ചിലാണ്. അതാ അവിടെ എന്താ ഉപദേശം? അത് പാസ്റ്റർ നല്ല പ്രസംഗമാണ് ബ്രദറെ. അതെന്താ? അതറിയാൻ മേല. യേശുവിനെ കുറിച്ച് എന്താ പറയുന്നത്? ദൈവമാണോ മനുഷ്യനാണോ? അതറിയത്തില്ല. യേശു ക്രിസ്തുവിന് പാപം ചെയ്യാൻ പറ്റുമായിരുന്നോ ഇല്ലായിരുന്നോ? അത് പാപം ചെയ്യാൻ പറ്റുമായിരുന്നോ ഇല്ലായിരുന്നോ? പാപം ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ ബ്രദറെ? ഇതാണ് നമ്മുടെ അവസ്ഥ. കേൾപ്പാൻ ചെവിയുള്ളവൻ ഒന്നും അറിയാൻ മേല. അതേസമയം നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിലെ 2 സഹോദരങ്ങൾ എവിടെ സുവിശേഷം പറയാൻ പോയപ്പോൾ അവർ ചോദിച്ചു നിങ്ങളുടെ ഡോക്ടറിനൽ പൊസിഷൻ എന്താണ്? അവർ അങ്ങനെ ഒരു സാധനം ഉണ്ടോയെന്ന് അവർ അന്നേരം ചിന്തിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ ഇയാൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞ സോറി. അവർക്കറിയാൻ മേല എന്താ വിശ്വസിക്കുന്നത്. ത്രിയേകത്വത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം എന്താ? ആരെങ്കിലും ചോദിച്ചെന്ന് വിചാരിച്ചോ? ഞങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് അറിയാതെ പോയി ഒരു ബ്രദറുകാരൻ്റെ വീട്ടിൽ സുവിശേഷം പറയാൻ കയറി. അവർ വിടുവോ? അവർ നാട്ടിലുള്ള എല്ലാ ബ്രദറുകാരെയും വിളിച്ചു വരുത്തി. അവിടെ ഞങ്ങൾക്ക് വല്ല ഉപദേശം അറിയണം, ഒരു വക അറിയാൻ മേല. പ്രിയ സഹോദരങ്ങളെ, ഇത് എവിടെയെങ്കിലും ചെന്നാൽ നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്, ഏത് ചർച്ച്, ആരാണ് നിങ്ങൾ പറഞ്ഞ അതേ ഫൗണ്ടേഷൻസ് പഠിപ്പിച്ചിട്ടുള്ളത്? വേറെ ഏതെങ്കിലും ഒരു ടീച്ചറിൻ്റെ പേര് പറ. ഈസ് ഹിയർ റെക്കഗ്നൈസ്ഡ് പേഴ്സൺ. അതായത് ഇപ്പം നമ്മൾ ഏതെങ്കിലും നമ്മൾ അംഗീകരിക്കുന്ന, ലോകം അംഗീകരിക്കുന്ന ഒരാളുടെ ഭാഗമാണോ
അവർ ചർച്ചിൻ്റെ ഭാഗമാണോ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചർച്ചിൽ വിശ്വസിക്കുന്നു? ഇപ്പോൾ പറയാം, ഞങ്ങൾ അമേരിക്കയിൽ ജോയൽ ഓസ്റ്റിൻ്റെ ചർച്ചാണ് ബ്രദറെ. അപ്പോൾ തന്നെ ജോയൽ ഓസ്റ്റിൻ അടിച്ചു നോക്കണം. അപ്പോൾ മനസ്സിലാവും, ജോയൽ ഓസ്റ്റിൻ പറയുന്നു ക്രിസ്ത്യാനികളല്ലാത്തവർ സ്വർഗത്തിൽ പോകും. അപ്പോൾ നമുക്കറിയാം ഇവനെ സൂക്ഷിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വാട്ട് ഡു വി ബിലീവ്, വേർ ഡു വി സ്റ്റാൻഡ്, നമ്മുടെ ഉപദേശം എന്താണ് എന്ന് വ്യക്തമായി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം. ഇന്ന് പെന്തക്കോസ്തിൽ നമുക്ക് ഈ ആരാണോ പ്രസംഗിക്കുന്നത് ആ ആളുടെ ഉപദേശമാണ് അവിടുത്തെ ഉപദേശം. ഈ ആൾക്ക് ഇതൊന്നും അറിയണമെന്ന് നിർബന്ധമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതൊന്നും പഠിക്കണമെന്നും നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ത്രിയേകത്വത്തെക്കുറിച്ചുള്ള കുറേ ദുരുപദേശങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടാകുന്നത് ട്രൈത്തീസമാണ്, അതായത് 3 ദൈവങ്ങൾ. അത് കേട്ടിട്ടുണ്ടോ? 3 ദൈവങ്ങൾ. ഓക്കെ, ഈ 3 ദൈവങ്ങളെന്ന് പറയുമ്പോൾ പിതാവ് ഒരു ദൈവം, പുത്രൻ ഒരു ദൈവം, പരിശുദ്ധാത്മാവ് ഒരു ദൈവം. അങ്ങനെ നമ്മളാരും വിശ്വസിക്കുന്നില്ല. പക്ഷേ പ്രാക്ടിക്കലി അത് പലപ്പോഴും അങ്ങനെ ആയി പോകുന്നുണ്ട്. അതായത് നമുക്ക് അത്രയും ത്രിയേകത്വത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അതാദ്യം നമ്മൾ സമ്മതിക്കും. കാരണം ദൈവത്തിൻ്റെ നേച്ചറിനെ പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ല. നമുക്ക് അങ്ങനെ ഒരു 3 പേഴ്സൺ ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളാകെ ഒരു പേഴ്സണേ ഉള്ളൂ, അല്ലേ? നമ്മൾ എത്ര പേഴ്സൺസ് ഉണ്ട്? ഒന്നേ ഉള്ളൂ. ഇങ്ങനെ ദൈവത്തെ പോലെ നമുക്ക് ഒരു 3 പേഴ്സൺസ് വെച്ച് തന്നിരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു, ഓ ദൈവം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ദൈവം നമുക്ക് അങ്ങനെ തന്നില്ല. അവൻ്റെ സദൃശവും സ്വരൂപവും തന്നുള്ളൂ, അവൻ്റെ എക്സാക്ട് നേച്ചർ തന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ത്രിയേകത്വം എങ്ങനെ ഇരിക്കുന്നതെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. പക്ഷേ രക്ഷയ്ക്ക് ഇതെങ്ങനെയാണ് ഈ ത്രിയേക ദൈവവിശ്വാസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ രാവിലെ പറഞ്ഞ പോലെ പിതാവ് പുത്രനെ സ്നേഹിച്ച അതേ സ്നേഹമാണ് പുത്രൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം പിതാവിന് പുത്രനോടുള്ള അതേ മനോഭാവമാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കി, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിച്ച്, ജോൺ ചാപ്റ്റർ 17 വേഴ്സ് 22 ഓൺവേർഡ്സ്. ഈ ത്രിയേകത്വവും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്, ത്രിയേകത്വവും കേട്ടോ, ഒന്നുകൂടെ കേട്ടോ, ത്രിയേകത്വവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 22 മുതൽ വായിക്കും. 22 മുതൽ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം. ആരാ പറയുന്നേ? കർത്താവ്. 5-ാം വാക്യത്തിൽ എന്താ പറഞ്ഞത് കർത്താവ്? 5-ാം വാക്യത്തിൽ, ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിന്നെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ നീ മഹത്വപ്പെടുത്തണമേ. അത് 5-ാം വാക്യം. 22-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നോക്കിയേ. അത് ദൈവത്വത്തിലുള്ള മഹത്വമായിരുന്നു. ഇതവൻ ഈ ലോകത്ത് പുത്രൻ എന്നുള്ള രീതിയിൽ, ആദ്യജാതൻ എന്നുള്ള രീതിയിൽ അവനുണ്ടായ മഹത്വമാണ്, അല്ലേ? ആദ്യജാതൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യജാതൻ്റെ മഹത്വം എല്ലാം ആർക്കുള്ളതാ? ആദ്യജാതൻ്റെ മഹത്വം എല്ലാം ആർക്കുള്ളതാ? ആദ്യജാതനുള്ളതാ. പക്ഷെ അതിൻ്റെ പങ്ക്, അവകാശം നമുക്കുണ്ട്. 22 ഇനി ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, അതേത് മഹത്വമാണ്? ആദ്യജാതൻ എന്നുള്ള മഹത്വം. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അവരാരാ? നമ്മളാ. അടുത്ത വാക്യം, ഒരു വാക്യം സൂക്ഷിച്ച് വായിച്ചേ. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ. നാം എത്ര പേരാ? ഒന്ന്. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. എന്താ ചെയ്തത്? അങ്ങനെ തികഞ്ഞവരായിരിക്കാൻ വേണ്ടി എന്താ ചെയ്തത്? അല്ലല്ല, നമ്മളിങ്ങനെ പറയുമ്പം ഇങ്ങനെ പറയാം, തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. എന്ത്? എൻ്റെ മകനെ അല്ലെ മകളെ ഞാൻ വഴക്ക് പറഞ്ഞു, തല്ലി, എന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ തല്ലി, നീ നല്ല മാർക്ക് മേടിച്ച് പാസ്സായി മിടുക്കിയാകേണ്ടതിന് തന്നെ എന്ന് പറയുമ്പം എന്തോ അതിൻ്റെ പുറകെ സംഭവിച്ചോണ്ടല്ലേ തല്ലി, അതാ പുറകെ സംഭവിച്ചത്. അപ്പം നമ്മൾ ദൈവത്തോടു കൂടി ഒന്നായിരിക്കേണ്ടതിന് കർത്താവ് എന്താ ചെയ്തത്? 22-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ആർക്ക് കൊടുത്തിരിക്കുന്നു? എന്തിനു വേണ്ടിയാ കൊടുത്തിരിക്കുന്നേ? ഒന്നായി തീരാൻ വേണ്ടിയാ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, യാതൊരു ഗുണവുമില്ലാത്ത വെറും പാപികളായ നമ്മളെ അവൻ്റെ മഹത്വം അണിയിച്ച്
അവൻ്റെ കൂടെ ഒന്നായി ചേർക്കുക. അപ്പോൾ നമ്മൾ ദൈവമായി മാറുമല്ല കേട്ടോ, ദൈവമായി മാറുകയല്ല, മനുഷ്യർ തന്നെയാണ്. പക്ഷെ തേജസ്കരിക്കപ്പെട്ട മനുഷ്യരായി ആ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് അവൻ ഈ ഒരു ഗുണവുമില്ലാത്ത എന്നെ വിളിക്കുന്നു എന്നുള്ളതാണ് ഈ രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവൻ്റെ യാതൊരു കാര്യവും അവനില്ല അല്ലേ? ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ വീട്ടിലെ പ്രൈവസി ആരെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നമുക്കിഷ്ടമുണ്ടോ? നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് ഭാര്യയും പിള്ളേരായിട്ട് ഇരിക്കുമ്പോൾ വേറൊരു ഫാമിലിയോട് നമ്മളോട് താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, പക്ഷേ എത്രയും പെട്ടെന്ന് അവർ ഒഴിവാക്കാൻ നമ്മൾ നോക്കും. കാരണം നമുക്കൊരു സ്വർഗ്ഗരാജ്യമുണ്ട്, അതിലെ കട്ടുറുമ്പുകളെ നമ്മൾ പ്രവേശിപ്പിക്കുന്നില്ല. വി ഡോണ്ട് വാണ്ട് ടു ബി അൺകംഫർട്ടബിൾ അല്ലേ? പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താ നോക്കി, ദൈവം പെർഫെക്റ്റ് ആയിരിക്കെ, എല്ലാം തികഞ്ഞിരിക്കെ, കൂട്ടായ്മയിൽ പെർഫെക്റ്റ് ആയിരിക്കെ തന്നെ നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ, എന്ത് ഭയങ്കര പവർഫുൾ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ അവരും നമ്മളിൽ ഒന്നാകേണ്ടതിന് എന്ത് ചെയ്യണം? ഇവർ തമ്മിലൊരു പെർഫെക്റ്റ് ഐക്യം വരണം. ഈ പെർഫെക്റ്റ് ഐക്യം വരണമെങ്കിൽ അതിനെന്തു വേണം? ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ ധനം അവരനുഭവിക്കണം. എങ്കിൽ മാത്രമേ അവർ തമ്മിൽ ഒരു പെർഫെക്റ്റ് ഐക്യമുണ്ടാവുകയും നീ എന്നെ സ്നേഹിച്ച പോലെ തന്നെ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് ലോകം അറിയുകയും ചെയ്യുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ആ വാക്യത്തിൻ്റെ പുറകിലുള്ള ശക്തി എന്താന്ന്? അതായത് അവൻ്റെ മഹത്വം നമുക്ക് പങ്കുവച്ചിരിക്കുന്നു. ഈ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്ന് ഓർമ്മയുണ്ടോ? ഈ മഹത്വം നമുക്ക് പങ്കുവച്ചിരിക്കുന്ന ത്രിയേക ദൈവം എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്? വൈ ദാറ്റ് കൺസെപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പങ്കുവെക്കപ്പെട്ടിരിക്കുന്ന മഹത്വം അവനിൽ നിന്ന് വരുന്നതാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അവനോടുകൂടെ നമ്മൾ ഒന്നായി മാറുന്നു പറഞ്ഞാൽ നമ്മൾ ത്രിയേക ദൈവത്തിൻ്റെ ഭാഗമാവുന്നതല്ല, അവനുമായിട്ടൊരു പെർമനൻ്റ് ഇറ്റേണൽ ഫെലോഷിപ്പിൽ പുത്രൻ മൂലം പ്രവേശിക്കുന്നുള്ളതാണ്. ഓക്കെ, അവിടെ നമ്മൾ തമ്മിലുള്ള ഐക്യം, അതായത് കർത്താവിൻ്റെ സഭയ്ക്കകത്തുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ വിനിമയം, ഐക്യത്തിൻ്റെ പെർഫെക്ഷൻ, അതുണ്ടാകണമെങ്കിൽ എന്ത് പങ്കുവയ്ക്കപ്പെടണം? ആരുടെ മഹത്വം? യേശുവിൻ്റെ മഹത്വം. ഈ മഹത്വം എന്നുള്ള വാക്കിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ 2-3 മിനിറ്റ് എടുക്കും. അതോടെ നമ്മൾ നിർത്തുക. ഓക്കെ, ഒത്തിരി നേരമായില്ലേ? മടുത്ത് കാണുമല്ലേ? ഈ ഉപദേശങ്ങൾ പഠിക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല. നമ്മൾ സാധാരണ ഒരു വചനം എടുത്ത് വ്യാഖ്യാനിക്കുന്ന പോലെ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ലിസൺ ടു. കേൾക്കാനും എളുപ്പമല്ല. അപ്പോൾ ഈ മഹത്വത്തിൻ്റെ പങ്കുവെക്കൽ എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പോൾ കർത്താവിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ? തേജസ്സാണ്, ഭയങ്കര തേജസ്സാണ്, അടുത്തുകൂടാനാകാത്ത വെളിച്ചമാണ് കർത്താവ് അല്ലേ? പക്ഷെ നമുക്ക് എങ്ങനെയാണ് തന്നിട്ടുണ്ടോ? അടുത്തുകൂടാനാവാത്ത വെളിച്ചം എനിക്ക് തന്നിട്ടില്ല. എൻ്റെ അടുത്ത് വരുന്നതിന് പ്രയാസമൊന്നുമില്ല, ആകെ ഒട്ടും വെളിച്ചമില്ല അല്ലേ? അങ്ങനെ കാണാനൊന്നുമില്ലല്ലോ. മിന്നുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ലല്ലോ. ഇല്ല. പിന്നെ എന്താ ഈ മഹത്വം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഈ മിന്നുന്ന അടുത്തുകൂടാനാകാത്ത വെളിച്ചം, അത് കർത്താവ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇല്ലായിരുന്നു അല്ലേ? അവൻ നമ്മളിൽ ഒരാളെ പോലെ ആയിരുന്നു. ആ മഹത്വം തിരിച്ചു തരണമെന്നാണ് 5-ാം വാക്യത്തിൽ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ 22-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം എന്ന് പറഞ്ഞാൽ ആദിജാതൻ എന്നുള്ള അവകാശത്തിലൂടെ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, അത് ഞാൻ ഇവർക്ക് പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യജാതൻ്റെ സ്വത്തിൻ്റെ പങ്കുവെക്കലാണ് ഈ മഹത്വത്തിൻ്റെ പങ്കുവെക്കൽ എന്ന് പറയുന്നത്. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു. ഈ മഹത്വത്തിൻ്റെ പങ്കുവെക്കൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? കൃപ എന്ന വാക്കാണ് മഹത്വമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ അതിനെക്കുറിച്ച് പണ്ട് പഠിച്ചിട്ടുണ്ട്. എനിക്കിത് വീണ്ടും പറയേണ്ടി വരുന്നത് കൊണ്ടാണ് നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നത്. കൃപ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഒരാൾ സത്യമായിട്ടും കൃത്യമായിട്ടും പറയുമോ? കൃപ, വാട്ട് ഈസ് ഗ്രേസ്? വാട്ട് ഈസ് ഗ്രേസ്? എല്ലാവരും അർഹതയില്ലാത്തടത്തുള്ള ദാനം എന്ന് പറയുമെന്ന് എനിക്കറിയാം. അതല്ല, അത് സത്യമായിരിക്കെ തന്നെ ഞാൻ ഒരു ദിവസം എക്സ്പോസിറ്റ് ചെയ്ത ഒരു അർത്ഥം ഉണ്ടായിരുന്നു നിങ്ങളോട് പറഞ്ഞത്. ഓർമ്മയുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷം 1:14 കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ്, മഹത്വം പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ കൃപ എന്താണെന്ന് പറഞ്ഞേ? ഓക്കെ, നിങ്ങൾക്ക് ഒരു ഓർമ്മയില്ല അല്ലേ? ഒരു ലൈറ്റ് അടിച്ച് നോക്കാം ഓർമ്മയിലേക്ക്. ലെറ്റ് മീ സ്വിച്ച് ഓൺ വൺ ലൈറ്റ്. ആ മനുഷ്യൻ്റെ പാട്ട് എന്തൊരു കൃപയാണെന്നറിയോ? എന്താ അർത്ഥം? എന്തൊരർഹിക്കാത്ത ദാനമാണെന്നറിയാമോ എന്നാണോ? യേശുവിൽ കൃപ നിറഞ്ഞിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രിസ്തുവിൽ അർഹിക്കാത്ത ദാനങ്ങൾ നിറഞ്ഞിരിക്കുമായിരുന്നാണോ? അല്ല, കർത്താവ് നടക്കുന്നതിലും ഇരിക്കുന്നതിലും വർത്തമാനം പറയുന്നതിലും ചരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും എല്ലാം ഒരു ഭയങ്കര കൃപയുണ്ടായിരുന്നു. അതിനർത്ഥം ഒരു മനോഹരത്വം ഉണ്ടായിരുന്നു, ഒരാകർഷകത്വം ഉണ്ടായിരുന്നു എന്നർത്ഥം. ആണോ അല്ലയോ? മനസ്സിലാവുന്നുണ്ടോ? അവൻ കൃപ നിറഞ്ഞവനായിരുന്നു പറഞ്ഞാൽ, ഇപ്പോൾ ചെയ്സ് പ്രസംഗിക്കുന്ന സ്ഥാനത്ത് കർത്താവ് യേശുമശിഹയാണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ ആരും രാത്രി 12 മണിയായാലും എഴുന്നേൽക്കില്ലായിരുന്നു. കാരണം അതത്ര രസമായിരുന്നു, അത്ര കൃപ, അത്ര മഹത്വമായിരുന്നു. അതിനെയാണ് ഈ മഹത്വം എന്ന് പറയുന്നത്.
അവിടെ ഇംഗ്ലീഷിൽ അത് ക്ലിയർ ആണ്. ഫോർ ഗോഡ് ദ വേർഡ് വാസ് മെയ്ഡ് ഫ്ലഷ് ആൻഡ് മെയ്ഡ് ഹിസ് ഡ്വെല്ലിംഗ് എമംഗ് അസ്. വചനം ജഡമായി തീർന്ന് ഞങ്ങളുടെ പാർത്തു. വി ഹാവ് സീൻ ഹിസ് ഗ്ലോറി, ദ ഗ്ലോറി ഓഫ് ദ ഒൺലി സൺ, ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി ഞങ്ങൾ അവൻ്റെ കൃപയെ കണ്ടു എന്നാണ്. 16-ാം വാക്യത്തിൽ എങ്ങനെ എഴുതിയേക്കും നോക്കി. അവൻ്റെ കൃപയുടെ, അവൻ്റെ നിറവിൽ നിന്ന് നാം എല്ലാവരും കൃപയുടെ മേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത ഒരു കൃപയുണ്ടായിരുന്നു, അത് തേജസ്. അതായത് നടക്കുമ്പം ഇരിക്കുമ്പം വർത്തമാനം പറയുമ്പം ആ മനുഷ്യനോടൊരു വാക്ക് സംസാരിക്കുമ്പോൾ എന്തൊരാശ്വാസം എന്നറിയോ, അതിനാണ് ഈ കൃപ എന്ന് പറയുന്നത്. നമ്മളോടൊക്കെ വല്ലവരും സംസാരിച്ചിട്ട് പോയി അവരങ്ങനെ പറയൂ, അയാളോട് സംസാരിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായിപ്പോയി, എൻ്റെ മനസ്സങ്ങ് തണുത്തു. ഇതിനാണ് കൃപ എന്ന് പറയുന്നത്. ഒരാളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു അങ്ങനൊരു സന്തോഷം ഉണ്ടാവുക. കൃപയുടെ വ്യാപാരം അത്. മാനുഷികമായിട്ട് അങ്ങനെ ഉണ്ടാകാം, പക്ഷെ കർത്താവിൻ്റെ പങ്കുവെക്കലിലൂടെ അങ്ങനെ ഉണ്ടാകാം. എന്തിനാ അങ്ങനെ പങ്കുവെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവിൽ നിന്ന് പുത്രൻ സ്വീകരിച്ച അതേ സ്നേഹം നമ്മളിലുമുണ്ട്. അതേ പ്രകൃതം ദൈവത്തിൻ്റെ പ്രകൃതത്തിലല്ല, അതേ സ്വഭാവത്താൽ അവൻ നമ്മളെയും തിരഞ്ഞെടുത്തിരിക്കുന്നു, അതേ മഹത്വം നമുക്കും തന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഓരോ ചിരിയും ഓരോ വർത്തമാനവും, ഓരോ ഇടപാടുകളും. ഒരു സ്ഥലത്ത് പെട്രോൾ അടിക്കാൻ പോയപ്പം അയാൾ ബാക്കി തരാതിരിക്കുമ്പം തിരിച്ചു പറയുക, ട്രാൻസാക്ഷൻ മോശമാവുക, കൃപ വ്യാപരിക്കുന്നില്ല അല്ലേ? എത്രയോ ട്രാൻസാക്ഷൻ വളരെ മോശമാണ് നമ്മുടെ. കാരണം അതിലൊന്നും എന്ത് വ്യാപരിക്കുന്നില്ല, കർത്താവ് നമുക്ക് തന്ന ആ ജ്യേഷ്ഠാവകാശത്തിൻ്റെ പങ്കുവെക്കലുകൾ നടക്കുന്നില്ല. വി ആർ നോട്ട് ലൈക്ക് ക്രൈസ്റ്റ്. അപ്പോൾ ഇവിടെ ഈ ത്രിയേക ദൈവത്തെക്കുറിച്ച് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിലേക്ക് അതിനെ കൊണ്ടുവരുന്നത്? എങ്ങനെയാണ്? കർത്താവേ, നീ എന്തെല്ലാം ഞങ്ങൾക്ക് പുത്രത്വത്തിൻ്റെ അവകാശമായി തന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം വ്യാപാരം ചെയ്യുവാൻ ഞങ്ങളുടെ ഓരോ ജീവിത കാലഘട്ടങ്ങളിലും നിങ്ങളെ സഹായിക്കണം. ഇത് ലോകത്തെ സമ്പത്തിനെക്കുറിച്ചേ അല്ല, നമ്മുടെ ക്യാരക്ടറിൻ്റെ വിതരണം. നമ്മുടെ ക്യാരക്ടർ അല്ലത്, അത് പുത്രൻ പിതാവിൽ നിന്ന് പ്രാപിച്ച് ഇവിടെ ജീവിച്ച് നമ്മുടെ ചേട്ടനായി ജീവിച്ച് നമ്മളിലേക്ക് പകർന്നു തന്ന, ഫ്രീ ആയി തന്ന ആ അട്രാക്ഷൻ, ആ മനോഹരത്വം. മനസ്സിലാവുന്നുണ്ടോ? ആളുകളുടെ മുമ്പിൽ തട്ടിക്കയറി സംസാരിക്കുക. ചിലപ്പോൾ പുൾപ്പിറ്റിൽ നിന്നൊക്കെ ആൾക്കാർ ചീത്ത പറയും. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതാണ്, പുൾപ്പിറ്റിൽ നിന്ന് ആൾക്കാരെ ചീത്ത പറയുന്നു. ട്രാൻസാക്ഷൻസ് ആർ റിയലി ബാഡ്, നോട്ട് ലൈക്ക് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പോലല്ല, സെർവൻ്റ് അല്ല, സ്നേഹമല്ല, ഹംബിൾനെസ് അല്ല, യേശു അല്ല. നോട്ട് ലൈക്ക് ജീസസ്. യേശു അല്ല, അവൻ്റെ മഹത്വം അല്ല പങ്കുവയ്ക്കപ്പെടുന്നത്. അവനോടുള്ള കൂട്ടായ്മയിലല്ല. നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമാണ്. ആ കൂട്ടായ്മ ഒരുക്കി തരുന്നത്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, സാധ്യമാക്കുന്നത് നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ രക്ഷയുടെ പൂർണ്ണ ഉത്തരവാദി ത്രിയേക ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നത്. കാരണം ആ ദൈവത്തിൽ നിന്നല്ലാതെ ഒരു നന്മയും വ്യാപരിക്കുന്നില്ല, പ്രസരിക്കുന്നില്ല. ഒരൊറ്റ സിംഗിൾ ഗോഡിൽ നിന്ന് ഇത് വരാൻ പറ്റില്ല. പിതാവിൽ നിന്നതൊഴുകി പുത്രനിലേക്കും പുത്രനിലൂടെയുള്ള അവകാശത്തിലൂടെ നമ്മളിലേക്കുമേ ആ ദൈവിക ഗുണങ്ങളുടെ നിറവ് നമ്മളിൽ ഉണ്ടാകുവാൻ കഴിയുകയുള്ളൂ. വൺ സിംഗിൾ ഗോഡ് കനോട്ട് സഡൻലി ഇഞ്ചക്ട് ദിസ്. അങ്ങനെ നമ്മളെല്ലാം പാവകളെ പോലെ ചിരിക്കാൻ തോന്നും, സന്തോഷം. അങ്ങനെയല്ല. ഇത് ക്രിസ്തു എന്ന ഏകനിലൂടെ നമ്മളെ തിരഞ്ഞെടുത്ത് അവൻ്റെ മേൽ ചൊരിഞ്ഞ മഹത്വത്തിന് നമ്മളെ അവകാശികളാക്കി, അവൻ്റെ അതേ ആകർഷണത്തോടെ പെരുമാറാനുള്ള സ്വർഗീയ ധനം കൊണ്ട് നമ്മളെ നിറച്ച് അവൻ്റെ സ്വന്തമാക്കി നമ്മളെ മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഈ ത്രിയേക ദൈവം എന്ന ആ ഒരൊറ്റ ഡോക്ട്രിൻ വളരെ പ്രധാനമാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ രക്ഷയെക്കുറിച്ച് ഒന്നും പറയാൻ നമുക്ക് സാധിക്കില്ല. സ്വർഗത്തിൽ പോകുമെന്ന് മാത്രം പറയണ കുഴപ്പമില്ല, പക്ഷേ കർത്താവിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വി വിൽ ബി ഇൻ ട്രബിൾ. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയിൽ ഒരു പെർഫെക്റ്റ് അബ്സല്യൂട്ട്നെസ് ഉള്ളത്.